1 lakhന് മുകളിൽ സാലറി ഉള്ളവർ 10 പേരോ 15 പേരോ ആയിരിക്കും. സ്കൂൾ തൊട്ട് പറയുന്നൊരു കാര്യമാണ്, ഇന്ന വഴി പോയാൽ ഇന്ന ഡിഗ്രി പഠിച്ചാൽ ഇങ്ങനെ ജോലി കിട്ടും. 10th-ലും 12th-ലും പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത റിലേറ്റീവ്സ് പോലും വിളിക്കുന്ന ഒരു ദിവസമാണ് ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം. ഒരിക്കലും വിളിക്കാത്തവർ വിളിക്കും, മോൻ എത്ര മാർക്കുണ്ട്, എത്ര പേരെ ജോലി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആകെയൊക്കെ ഇവർക്ക് ഒരാളാണ് എന്നോട് പറഞ്ഞ കാര്യം, ഡിഗ്രി ഇല്ലാതെ നീ രക്ഷപ്പെടില്ല. ഞാൻ പറഞ്ഞ ഡിഗ്രി ഇല്ല, ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. നിനക്ക് ഇഷ്ടമുള്ള വഴി പൊക്കോ, പക്ഷെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാശ് മുടക്കാതെ ഒരു ബിസിനസ് ചെയ്യുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ബിസിനസ് വിൽ ഫെയിൽ. 12th പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് നിങ്ങൾക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ, കാരണം ലിറ്ററലി കൺഫ്യൂസ്ഡാണ്. അപ്പോൾ എന്താ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുന്നത്? അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ നല്ലൊരു ജോലിയിലേക്ക് എത്താനും ജീവിതം നന്നാക്കാനും പറ്റും. നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കാണുന്ന പേരൻസ് ആണ് നമ്മളോട് പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കയ്യടിക്കുക വിടുന്ന എന്തിനാ? PSC പഠിക്കുകയാണോ, SSC പഠിക്കുകയാണോ, ഗവൺമെന്റ് ജോലിക്ക് പോകും. സച്ചിൻ ടെണ്ടുൽക്കറിന് 10th ക്ലാസ്സിൽ ഫുൾ A+ഉം 98% മാർക്ക് ഉണ്ടോ എന്ന് ആരും നോക്കാറില്ല. ഒരാളുടെ ഇത്രയും വലിയ ജീവിതത്തിൽ ഒരു ഇച്ചിരി 3 മാസം മാറ്റി വെച്ചുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അപ്പോൾ ഏതാണ് സ്കാം? ബിസിനസ് ആണോ സ്കാം? റിസ്ക് ഉള്ളത് ഏതാ? ബിസിനസ്സിലാണോ ജോലിയിലാണോ? അറിവിന് വേണ്ടി പഠിക്കുന്ന ആളുകളുടെ എണ്ണം ശരിക്കും കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് പേരും ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നേറാനായി ഇങ്ങനെയൊന്നും പോയാൽ പറ്റത്തില്ല, ഇതില്ലാണ്ട് നടക്കത്തില്ല എന്നുള്ളൊരു ആംഗിളിൽ അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഉന്തിയാണ് പഠിക്കാനായിട്ട് പലപ്പോഴും പോകാറ്. ഞാൻ റീനു, എനിക്കൊപ്പം എന്നുള്ളത് വൈ ഡിഗ്രിയുടെ CEO ആയ സുബിൻ SB ആണ്. സുബിൻ, വെൽക്കം. താങ്ക് യു. സുബിൻ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തിനാണൊരു ഡിഗ്രി എന്നതിലേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കിയിട്ടുണ്ടെങ്കിൽ കാണുന്നൊരു കാഴ്ച, സ്കൂൾ തൊട്ട് നമ്മളോട് പറയുന്നു ഇന്നതായിരിക്കും ജോലി കിട്ടാൻ ഏറ്റവും എളുപ്പം. ബിസിനസ്സിനെ കുറിച്ചൊന്നും മിണ്ടാറില്ല, അത് മേ ബി ബിസിനസ്സുകാർ അവരുടെ മക്കളോട് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ സ്കൂൾ തൊട്ട് പറയുന്നൊരു കാര്യമാണ്, ഇന്ന വഴി പോയാൽ ഇന്ന ഡിഗ്രി പഠിച്ചാൽ ഇങ്ങനെ ജോലി കിട്ടും. വൈ ഡിഗ്രി എന്ന് പറയുന്ന ഒരു സംഭവം കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ നല്ലൊരു ജോലിയിലേക്ക് എത്താനും ജീവിതം നന്നാക്കാനും പറ്റുമോ? ഇത് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ള വൈ ഡിഗ്രി എന്നുള്ള പേര് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇപ്പം രേണു പറഞ്ഞ പോലെ തന്നെ എന്തിനാ ഡിഗ്രി എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ അങ്ങനെ WHY വൈ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു പേരിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന ആദ്യം കല്ലെറിയുന്ന കേരളത്തിലെ സമൂഹം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് വൈ എന്നുള്ളൊരു സംഭവം ഞാൻ കൊണ്ടുവന്നത്. കമ്മിങ് ബാക്ക് ടു യുവർ ക്വസ്റ്റ്യൻ, ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ 11th, 12th, 9th, 10th സ്റ്റുഡൻസിന് ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. ഞാനപ്പോൾ അവരോട് ചോദിച്ചൊരു കാര്യം, നിങ്ങളെ കുഞ്ഞിലേ തൊട്ട് നിങ്ങളോട് എല്ലാവരും, പേരൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും പറയുന്നത് ജോലി വാങ്ങിക്കണം, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി ജോലി വാങ്ങിക്കണം, എങ്കിലേ പൈസ കിട്ടുള്ളൂ എന്ന്. ഞാൻ ചോദിച്ചു, എത്ര പേർക്ക് ജോലിക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ട്? കുറച്ച് പേര് അവിടെ കഴിയും, കുറച്ച് പേര്. എത്ര പേർക്ക് ഡോക്ടർ ആവണം, എത്ര പേർക്ക് എഞ്ചിനീയർ ആവണം? അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെ ജോലിക്ക് പോകണമെന്നല്ലേ ടീച്ചേഴ്സും പേരൻസും പഠിപ്പിച്ചിട്ടുള്ളത്, എത്ര പേർക്ക് ജോലി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്? ആകെയൊക്കെ ഇവർക്ക് ഒരാളാണ്. പല കുട്ടികളും അവിടെ, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികൾ ആയിക്കോട്ടെ, അവർ കൺഫ്യൂസ്ഡാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അവർക്ക് അറിയത്തില്ല, ആ ചോദ്യത്തിന് ഉത്തരം പോലും അവർക്ക് അറിയത്തില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾസ് ഇതുവരെ, നിങ്ങൾ കുറേ പേരുണ്ട് നമ്മുടെ ഇവിടെ, ശരിക്കും പറഞ്ഞ ഒരു ഹിഡൻ പ്രൊപ്പഗൻഡയുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും നോക്കുന്ന ഒരു കാര്യം, ഒരു കേജിലിട്ട് ഇത് ചെയ്യുക. കാരണം പീപ്പിൾ ആർ ഫോഴ്സ് ടു ഗോ ഫോർ 9 to 5 ജോബ്, അല്ലെങ്കിൽ സാലറി വേണം, അല്ലെങ്കിൽ ഈ ജോലി ചെയ്യണം. ഇതല്ലാതെ ആൾക്കാർക്ക് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യകത എന്താ? നിങ്ങളൊരു ജോലിയിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് സ്കിൽസ് വേണം, നിങ്ങൾക്ക് ആ ജോലി സസ്റ്റെയിൻ ചെയ്യണം എന്ത് വേണം, ഒരു ജോലിയിൽ എന്ത് ഗ്രോത്ത് വേണം എന്നുള്ള കാര്യം പഠിപ്പിക്കുന്നില്ല. കാരണം 12th പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് നിങ്ങൾക്ക് എത്ര പേർക്ക് ജോലി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ചോദിക്കുമ്പം അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ, കാരണം ലിറ്ററലി കൺഫ്യൂസ്ഡാണ്. അപ്പോൾ എന്താ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുന്നത്? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, അതായത് തുല്യതയ്ക്ക് വേണ്ടിയാണ് ശരിക്കും വിദ്യാഭ്യാസം തുടങ്ങിയത്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും അറിവ്, കഴിവ് ഉണ്ടാക്കുക, അറിവിലേക്ക് എത്തിക്കുക. അപ്പോൾ എഗെയിൻ തുല്യതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പണ്ട് മുതൽ ഒരു ക്ലറിക്കൽ സിസ്റ്റത്തിന് വേണ്ടി തുടങ്ങിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം പഠിച്ച്, അതായത് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നണ്ണിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ എത്തിക്കുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് ഏത് ഡിഗ്രി വേണമെന്ന് പേരൻസ് പലപ്പോഴും തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ പേഴ്സണലി 11th and 12th മാത്സ് കമ്പ്യൂട്ടർ എടുത്ത് പഠിച്ച ഒരാളാണ്. എനിക്ക് ആർട്സ് ആയിരുന്നു ഇഷ്ടം. പലരുടെയും കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള വഴി പൊക്കോ, പക്ഷെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇഷ്ടമുള്ള ചെയ്തോ, ഒരു മെഡിസിൻ കഴിഞ്ഞ്. പക്ഷേ ആർക്കും ഈ പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്ക് തോന്നുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് നമ്മുടെ സിസ്റ്റം തെറ്റല്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഡിഗ്രി കഴിയുക, ജോലിക്ക് പോവുക. ഇപ്പം ഞാൻ പഠിച്ചത് ബിടെക്കാണ്. ഞാൻ പഠിച്ച ബാച്ചിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചപ്പം 120 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോഴും അതിൽ 1 lakh, ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, 1 lakhന് മുകളിൽ സാലറി ഉള്ളവർ
10 പേരോ 15 പേരോ ആയിരിക്കും. ഞാൻ പറയുന്നത് 120 പേരുടെ ഒരു ബാച്ചിൽ 10 പേർക്കാണ് ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അതിൽ ബിടെക് കഴിഞ്ഞവരുണ്ട്, എംടെക് കഴിഞ്ഞവരുണ്ട്, MBA എടുത്തവരുണ്ട്, PhD എടുത്തവരുണ്ട്. ഇപ്പോഴും 1 ലക്ഷത്തിന് മുകളിൽ സാലറി ഇല്ല. ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഒരു 10 പേരുണ്ടാവും. അതിൽ കൂടുതലില്ല. അതിൽ കുറേ പേര് ബാങ്ക് കോച്ചിങ് എന്ന് പറഞ്ഞു പോകും, കുറേ പേര് PSC എന്ന് പറഞ്ഞു പോകും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൈയടിക്കുക വിടുന്നത് എന്തിനാണ്? PSC പഠിക്കുകയാണോ? SSC പഠിക്കുകയാണോ? ഗവൺമെൻറ് ജോലിക്ക് പോകും. നമ്മളിപ്പം ഈ പറയുമ്പം നമ്മൾ ഈ ഒരു സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഇതിനെ പറയുമ്പോഴത്തേക്കും സ്കാം ആണെന്ന് പറയും, അല്ലെങ്കിൽ സ്കില്ലിൽ കാര്യമില്ലെന്ന് പറയും, ഈ ബിസിനസ്സിൽ കാര്യമില്ല, ബിസിനസ് തട്ടിപ്പാണെന്ന് പറയും, സക്സസ് ഇല്ല, റിസ്ക് ആണെന്ന് പറയും. പക്ഷേ ഇപ്പം നമ്മളൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ SSC അല്ലെങ്കിൽ PSCക്ക് എൻറോൾ ചെയ്യുന്ന ഓൾമോസ്റ്റ് 34 ലക്ഷം ആൾക്കാരാണ് പെർ ഇയർ. അതിൽ ജോലി കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 18,000 ആൾക്കാർ, അതായത് ലെസ് ദാൻ 1% ആൾക്കാരാണ് പ്ലേസ്ഡ് ആവുന്നത്. അപ്പം ശരിക്കും സ്കാം ഏതാ? ബിസിനസ്സാണോ? ഏതാ ശരിക്കും ഫെയിലിയർ റേറ്റ് കൂടുതലുള്ള കാര്യം? ഇപ്പം ഇതിൻ്റെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ സ്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഫീസ്, ഒരു ആവറേജ് PSC അല്ലെങ്കിൽ ഇതിന് കോച്ചിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 7,000 to 10,000 ആണ് ആവറേജ് ഫീസ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കേരളത്തിൽ വരുമ്പോഴത്തേക്ക് അതിലും കൂടുതൽ അപ് ടു 40,000 ഒക്കെ ഫീസ് പോകുന്നുണ്ട്. അപ്പം ഇതിൽ വരുമ്പോഴത്തേക്കും എത്ര കോടി രൂപയാണ് റവന്യൂ കയറുന്നത്? ഇപ്പം ഈ 34 ലക്ഷം ആൾക്കാർ ഇൻറ്റു 10,000 ഒന്ന് കൂട്ടി നോക്കിയാൽ കിട്ടും. അപ്പോൾ ഏതാണ് സ്കാം? ബിസിനസ്സാണോ സ്കാം? റിസ്ക് ഉള്ളത് ഏതാ? ബിസിനസ്സിലാണോ ജോലിയിലാണോ? അപ്പം ഞാൻ നോക്കിയൊരു വാക്കാണ് സുബിൻ ഇപ്പോൾ പറഞ്ഞത്, അതായത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇപ്പം ഞാൻ ബിസിനസ്സിലുള്ള ഒരാളാണ്, അതുകൊണ്ട് പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. പലപ്പോഴും കാൻഡിഡേറ്റ്സ് ഇൻ്റർവ്യൂവിന് വരും, ഭയങ്കര ഡിഗ്രി, ഭയങ്കര മാർക്ക്, പക്ഷെ നമ്മളൊരു കാര്യം റിയൽ ലൈഫ് സിനാരിയോ ഇട്ട് കൊടുത്താൽ അറിയത്തില്ല. സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ ട്രെയിൻ ചെയ്യാണ്. ആദ്യത്തെ 1 to 3 months ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. അത് വലിയ വലിയ എൻജിനീയേഴ്സ് വന്നു കഴിഞ്ഞാലും ഒന്നും അറിയില്ല. നമ്മൾ ആദ്യം തൊട്ട് പഠിപ്പിക്കേണ്ട ഒരു ഇത് വരെയാണ്. സോ നമ്മൾ ഒരു ഓൺട്രപ്രണർ, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേരെ കോച്ച് ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്, ഓൺട്രപ്രണേഴ്സുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഓൺട്രപ്രണേഴ്സ് നിങ്ങളോട് പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഡിഗ്രിയെക്കുറിച്ചും പിള്ളേരെക്കുറിച്ചും അവരുടെ ഔട്ട്പുട്ടിനെ കുറിച്ചും? ഇത് പല രീതിയിൽ പറയേണ്ടി വരും. സോ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഡിഗ്രിയുടെ എണ്ണം കൂടുന്തോറും അത്രയും മിടുക്കനാണെന്നുള്ളൊരു കാര്യമുണ്ട്. പണ്ട് നമ്മൾ 10th-ലും 12th-ലും പഠിക്കുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത റിലേറ്റീവ്സ് പോലും വിളിക്കുന്ന ഒരു ദിവസമാണ് ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം. പിന്നെ ഹോപ്പ് യു ഹാവ് ബീൻ ദേർ. അപ്പം ഒരിക്കലും വിളിക്കാത്തവർ വിളിക്കും, മോൻ എത്ര മാർക്കുണ്ട്? അപ്പം ഞാൻ 10th-ൽ പഠിച്ചപ്പോൾ 98% മാർക്കുള്ള ഒരാളായിരുന്നു ഞാൻ. എന്ത് പഠിത്തമായിരുന്നല്ലോ? പഠിത്തമല്ല, പറ്റിപ്പോയതാണ്. അപ്പം പക്ഷേ 12th വന്നപ്പോഴത്തേക്ക് അത് മാറി. അപ്പം അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സോ ബേസിക്കലി ഒരു സ്റ്റുഡൻറ്റ്, ഇപ്പം ഞാൻ 98% മാർക്ക് മേടിച്ച സമയത്ത് കൈയടിക്കാൻ ആളുണ്ടെങ്കിൽ +2 കഴിച്ചപ്പോൾ എനിക്ക് മാർക്ക് കുറവ്, എനിക്ക് 72% മാർക്കേ ഉള്ളൂ CBSE. അപ്പം അവിടെ വന്നപ്പോഴത്തേക്കും അവൻ അലമ്പന, അവൻ ഉഴപ്പി, അവൻ വഴിതെറ്റിപ്പോയി. ഇതാണ് പറയുന്ന ഒരു കാര്യം. അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് ഹേർഡ് പീപ്പിൾ സേ, കാരണം മാർക്ക് കുറഞ്ഞ ഒരുത്തനെ ഇവരാദ്യം പറയുന്നത് അവൻ മണ്ടനാണ്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിന് 10th ക്ലാസ്സിൽ ഫുൾ A+ 98% മാർക്ക് കൊണ്ടുവന്ന് ആരും നോക്കാറില്ല. അപ്പോൾ അതിൻ്റെ ബേസിൽ അയാൾ മണ്ടനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു സെയിം കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫാദർ ഡോക്ടറാണ്, എൻ്റെ അമ്മ ടീച്ചറാണ്. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഹൊറിബിൾ എന്ന് പോലും പറയാൻ പറ്റില്ല. അതെ, കാരണം ഞാൻ പറയും വൈ ഡിഗ്രി എൻ്റെ ട്രോമയാന്ന് പറയും. എൻ്റെ ഈഗോയിൽ നിന്ന് വന്ന ബിസിനസ്സാണ് വൈ ഡിഗ്രി. അപ്പം ഞാനിത് തുടങ്ങാൻ തന്നെ കാരണം ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാം. ലിറ്ററലി ഏറ്റവും കൂടുതൽ പിള്ളേരുടെ ഭാവി സ്പോയിൽ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ പേരൻസ് ആണെന്ന് ഞാൻ പറയും. ബാഡ് പേരൻറ്റിങ്. കാരണം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി കുഞ്ഞിലെ ഒരു പാട്ട് പാടുമെന്ന് വയ്ക്കാം. അപ്പം ഒരു പേരൻറ്റ് ചുമ്മാ പറഞ്ഞു, എന്തൊരു നീ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കാതെ, അല്ലെങ്കിൽ എന്തൊരു കാളരാക്കാം, ചുമ്മാ മേ ബി ഇങ്ങനെ പറയുന്നതായിരിക്കാം. അവർ ചിലപ്പോൾ വർക്കിൻ്റെ ഒരു സ്ട്രെസ് കൊണ്ട് പറയുന്നതായിരിക്കും. ആ കുട്ടി പിന്നെ പാടത്തില്ല. ഐ ഹാവ് ബീൻ ദെയർ. കാരണം ഇപ്പം എൻ്റെ വീട്ടിലാണ് എൻ്റെ പേരൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം എനിക്ക് ഞാൻ ബിടെക്കിന് പോയി സപ്ലി അടിച്ചു, അങ്ങനെ വന്ന് ഓൾമോസ്റ്റ് ഒരു 42 സപ്ലീസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ മിടുക്കനായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നേരം എനിക്ക് ഓൾമോസ്റ്റ് 7 സപ്ലിയിൽ ഞാൻ എത്തി. അപ്പം എന്നോട് പറഞ്ഞ കാര്യം, ഡിഗ്രി ഇല്ലാതെ നീ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരൻസ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡിഗ്രി ഇല്ല, ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചു തരാം. അപ്പം അതിൽ എനിക്ക് വന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞ കാര്യം, നീ എന്തിനു പോലും സക്സസ്ഫുൾ ആവത്തില്ല. കാരണം അവർ നോക്കുമ്പോഴത്തേക്ക് ഡിഗ്രി പാസ്സാവാൻ പറ്റാത്ത ഒരു തന്നെ എന്ത് ചെയ്യാനാണ്. അപ്പം ഇതെൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ആയിരുന്നു, എൻ്റെ കോൺഫിഡൻസിന് വായിച്ചു വരിക. കാരണം ഞാൻ ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ഈ സാധനം എൻ്റെ തലയിൽ വരും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി വരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് കാണുന്ന പേരൻസ് ആണ് നമ്മളോട് പറഞ്ഞാൽ നിന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു എല്ലാവരും, ഐ ഹോപ്പ് യു ഹാവ് ബീൻ ദെയർ. ഒരു സെൽഫ് ഡൗട്ട്, നമ്മൾ തുടക്കകാലത്ത് നമ്മളൊരു സാധനം അച്ചീവ് ചെയ്യുന്നതിന് മുൻപ് വരെ ഒരു ഇൻസെക്യൂരിറ്റി എല്ലാവർക്കും ഉണ്ടാവും, ഒരു സെൽഫ് ഡൗട്ടും എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. എനിക്ക് ജോലിക്ക് കയറിയ സമയത്തായിരുന്നു, ബിക്കോസ് ഞാൻ മീഡിയ ചൂസ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ടോട്ടലി അഗൻസ്റ്റ് എൻ്റെ പേരൻസിൻ്റെ വിഷ്. ദേ ഹേറ്റഡ് ഇറ്റ്. ആ സമയത്ത് അവർക്ക് ഇഷ്ടമായില്ല. പക്ഷേ
എനിക്ക് അവരത് പറഞ്ഞാൽ കേൾക്കില്ലാത്തൊരു വേർബൽ ഇമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ അതിനു മുന്നേ എത്തി. സോ എനിക്ക് ആ ട്രോമയില്ല. പക്ഷേ സ്കൂളിലെ പുഷിങ് ട്രോമ ഡെഫിനറ്റ്ലി ഐ ഹാഡ് ഇറ്റ്. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഒറ്റ സിസ്റ്റത്തിൽപ്പെട്ട് ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സക്സസ്ഫുൾ ആവാത്തതിൻ്റെ റീസണും ഒരുപാട് ആൾക്കാർ സക്സസ്ഫുൾ ആക്കാത്തതുമായിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, അത് സൊസൈറ്റിയാണ്. 90% ആൾക്കാരും ജീവിക്കുന്ന സൊസൈറ്റിയെ ബോധിപ്പിക്കാനാണ്. അയ്യോ സൊസൈറ്റി എന്ത് പറയും, എൻ്റെ വീട്ടുകാരെന്ത് പറയും, റിലേറ്റീവ്സ് എന്ത് പറയും, ഫ്രണ്ട്സ് എന്ത് പറയും, ഈ ഒരു സംഭവത്തിലാണ് പോകുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേൾ ഫ്രണ്ട് ഉള്ള ഒരാൾക്ക് ഒരു ഇത്ര 25 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അത്രയും കരിയർ ഫോക്കസ്ഡ് ആയിട്ട് പോകുമ്പോഴത്തേക്കും ഗേൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ അയാൾ കരിയറാണ് കിട്ടിയ. മോസ്റ്റ് ഓഫ് ദി ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ കളഞ്ഞിട്ടുള്ളവരുണ്ട് ഈ കല്യാണം കഴിക്കാൻ വേണ്ടി. സോറി, ഞാൻ ആ ഒരു ആംഗിളിൽ നിന്ന് ഒരിക്കലും ചിന്തിക്കാത്ത ഒരാളായിരുന്നു. ഞാനും ചിന്തിക്കാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പം നമ്മുടെ സൊസൈറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി എന്താ പറയുക, ഒരാളെ സ്പോയിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് ശരിയാ. അത് കഴിയുമ്പം അവർ പറയുന്ന ഒരു ഡിഗ്രി എടുത്ത് അവർ പറയുന്ന ഒരു ഇൻ്റർവ്യൂവിനും ചെല്ലുന്നു. പക്ഷെ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അതാണ് അടുത്ത കാര്യം. കാരണം ഇപ്പം ബൈ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ഇവിടെ 100+, എനിക്ക് എക്സാക്ട് കണ്ട് ഓർമ്മയില്ല, 100+ ടെർമിനേഷൻസ് നടന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട്. 100+ ടെർമിനേഷൻ കണ്ടിട്ടുണ്ട്. ഇതേ കാര്യം പറയുമ്പോഴത്തേക്കും ഈ കമ്പനിയിൽ ഞാൻ ഹയർ ചെയ്തിട്ടുള്ള ഒരാളുടെ മാത്രമേ ഞാൻ ഡിഗ്രി നോക്കിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ആഡ് ഓൺ. കാരണം എൻ്റെ HR ഹയർ ചെയ്തപ്പോഴത്തേക്കും BSc MSc സൈക്കോളജി കണ്ടിട്ട്, കാരണം പീപ്പിൾ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതെല്ലാം അറിയാമല്ലോ, അപ്പോൾ ഫുൾ അറിയായിരിക്കും. കാരണം എൻ്റെ ഒരു വീക്കർ ഏരിയ അത്. കാരണം ഐ കാൺ ഡീൽ വിത്ത് പീപ്പിൾ. കാരണം യുവർ ഇൻ ടു ബിസിനസ് അറിയാമല്ലോ, ചിലരെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് മോനെ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് മറ്റേ നമ്മൾ വായി വെച്ച് കൊടുക്കാൻ ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്ന അവസ്ഥയായി. എന്നാലും ഇവർ ചെയ്യില്ല. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ മാനേജ് ചെയ്യാൻ എനിക്ക് അറിയില്ല. കാരണം മേ ബി ഇപ്പോൾ ബിസിനസ്സിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ സ്കിൽസ് വരുന്നത് മേ ബി മാർക്കറ്റിംഗ്, സെയിൽസ് ഇങ്ങനെയുള്ള ഏരിയ ആയിരിക്കും. HR ഡിപ്പാർട്ട്മെൻറ്റ്, പീപ്പിൾ മാനേജ് എൻ്റെ വീക്കർ സൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ അത് നോക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരാളുടെ പോലും ഞാൻ ഡിഗ്രി നോക്കി എടുത്തിട്ടുള്ളതല്ല. അപ്പം ഞാൻ ലുക്ക് ഫോർ 2 things മെയിൻലി. ഒന്ന് കേപ്പബിലിറ്റി, ഒന്ന് കമ്മിറ്റ്മെൻറ്റ്. ഇത് രണ്ടുമാണ് ഞാൻ ഹയർ ചെയ്യുമ്പോൾ നോക്കാറ്. അപ്പോൾ 100+ ടെർമിനേഷൻസ് ആണ് വന്നത്. ആൻഡ് ദെയർ വാസ് പീപ്പിൾ ഫ്രം IIT. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ, കാരണം ഞാൻ നേരത്തെ സംസാരിക്കുമ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം പുറത്ത് എൻ്റെ ഒരു കോണ്ടന്റ് ഉണ്ടായിരുന്നു, ഡിഗ്രി ഉള്ളവരെല്ലാം മണ്ടന്മാർ എന്ന് പറഞ്ഞിട്ട്. കാരണം ഞാനതൊരു ഹുക്കിട്ട് തുടങ്ങിയാണ് എനിക്കിതിനെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ അകത്ത് പറഞ്ഞ കണ്ടൻസ് വേറെയാണ്. സോ ഇപ്പം ഞാൻ പറയുന്നത് അൺലെസ് യു ആർ ഫ്രം IIT ഓർ IIM, ഈ ഡിഗ്രി കൊണ്ട് എന്താ വില? അവിടെ ഞാൻ കട്ട് ചെയ്യും. യൂസ് IIT ആൻഡ് IIM. റീസെൻ്റ്ലി എനിക്ക് അടുത്തറിയാവുന്ന കമ്പനി, അവിടെ ഒരു IIT കുട്ടിക്കാണ് ജോലി കിട്ടിയത്. 14,000 ആണ് അവന് മാസം കിട്ടുന്ന പേ, 14,000 രൂപ. സോ അപ്പോൾ നമുക്ക് ആ ഒരു അവൻ്റെ ആനുവലി എത്രയാണ് നമുക്ക് ഇത് നോക്കാം. അതുപോലെ തന്നെ IIT ബിക്കോസ് എനിക്കറിയാവുന്ന കമ്പനി, അതിൻ്റെ കൂടെ IIT വന്നിട്ട് 3 ഇത്ര ആനുവൽ സാലറി കിട്ടിയ പിള്ളേരുടെ ഇഷ്ടംപോലെ കഥകളുണ്ടായിരുന്നു. ജോലി കിട്ടാത്ത പിള്ളേരുടെ കഥകളുണ്ട്. IIM ഇറങ്ങിയിട്ടും ജോലി കിട്ടാത്തവരുടെ കഥകളുണ്ട്. സോ ഡോണ്ട് സേ അൺലെസ് യു ആർ ഫ്രം IIT ആൻഡ് IIM. വളരെ അടുത്ത് നമ്മൾ കണ്ടേക്കുന്ന കാര്യം. ഇത് ഞാൻ ഡിസ്ക്ലെയിമർ വെക്കുന്നതാണ്. കാരണം IIT ഒന്നും പറയാൻ ഇവിടെ ആൾക്കാർ സമ്മതിക്കരുത്. കാരണം ബിഗസ്റ്റ് സ്കാം IIT. ഐ ഹാഡ് എ മീറ്റിംഗ് വിത്ത് മൈ ഇൻവെസ്റ്റർ. അപ്പം ഈസ് വൺ ഓഫ് ദ ടോപ്പ് പീപ്പിൾ ഇൻ ദ വേൾഡ്. അപ്പോൾ ആളെ ഹാർഡ്വേർഡിൻ്റെ പുതിയ ഇതിനൊക്കെ വേണ്ടിയിട്ട് വിളിച്ച് ആ ലെവലിലുള്ള ഒരാളാണ്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഈ IIT എന്താ ആൾക്കാർ ചെയ്യുന്നത്, കുറേ ഏറ്റവും കൂടുതൽ പഠിപ്പിസ്റ്റുകളായിട്ടുള്ള ഏറ്റവും ക്രാക്ക് ചെയ്ത പിള്ളേരെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുത്തും. പുള്ളി പറഞ്ഞു തരിക 3-4 ദിവസം ഉറക്കമില്ലാതെ എങ്ങനെ പണിയെടുക്കാമെന്ന് പഠിപ്പിക്കും. അതാണ് അവർ ചെയ്യുന്ന കാര്യം. കാരണം ഏറ്റവും ബ്രില്യൻ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രാക്ക് ചെയ്ത കുട്ടികളെ കൊണ്ടുവന്ന് ചെയ്യിക്കുന്നു. ഇതാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ വാസ് ഡൂയിങ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ഹാർഡ്വേർഡ് ആൻഡ് IIT. ആൾ എന്നോട് പറഞ്ഞ ഒരൊറ്റ പോയിന്റ് ഇത്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് IIT, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സ് നോക്കിയാൽ 2020 എനിക്ക് തോന്നുന്നത് IIT ഒരു അൺപ്ലേസ്മെൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 14% ആയിരുന്നു. ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് 38% മുകളിലാണ്. അറ്റ് ദ സെയിം ടൈം ആ സമയത്ത് ഒരാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ആവറേജ് ഒരു 25 LPA ആണെങ്കിൽ ഇപ്പോൾ കിട്ടുന്നത് 16 LPA. ഇൻഫ്ലേഷൻ കൂടി, ആവറേജ് ആണെന്ന് ആലോചിക്കണേ. അതെ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടി, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 14,000 രൂപയ്ക്ക് ഇപ്പം ഈ പറഞ്ഞ കാര്യം പബ്ലിക്കായിട്ട് പറഞ്ഞ് ഈ ഒരു കോണ്ടന്റ് നമ്മൾ എയർ ചെയ്യുവാണെങ്കിൽ അത് മൊത്തം എയർ കയറാനുള്ള എല്ലാം ഉണ്ടാവും. ആൾക്കാർ ഡിബേറ്റ് ചെയ്യും, IIT അങ്ങനെയാണ്, IIT ഇങ്ങനെയാണ്. പക്ഷേ നോബഡി തിങ്സ്. ഇപ്പം ഇത്രയും ജോലിക്കാർ പാസ് ഔട്ട് ആവുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് 120 ആൾക്കാർ എൻ്റെ കൂടെ പഠിച്ചു. അതിൽ GTech ജോലിക്ക് പോകുന്ന എത്ര പേരുണ്ട്? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കാം. ഒരാൾക്ക് പെർ മന്ത് 1 lakh ഏൺ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കുന്നത്? BTech ഡിഗ്രി കഴിഞ്ഞു, നമ്മൾ BTechന് പോയി. BTechന് പോകുമ്പോഴത്തേക്ക് എന്താ, മിക്ക ആൾക്കാരും ലോൺ എടുത്ത് എഡ്യൂക്കേഷൻ ലോൺ അങ്ങനെ ആയിരിക്കും പോവുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? MTechന് പോകും. MTechന് പോയി കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ സ്റ്റാർട്ടിങ് സാലറി വരുന്ന മേ ബി ഒരു
15,000 to 20,000. Let's keep it 25,000 ആണെന്ന് വിചാരിക്കും. Start with 12, which I know. I know that. അപ്പം they start with 12. Let's be real. Okay, let's be real. Okay. അപ്പം raw unfiltered. അപ്പം 12,000 രൂപയാണ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഈ സാലറി മിനിമം 13,000 രൂപ 12,000 രൂപ കൊടുക്കണമെന്ന് പറയും. എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ എനിക്ക് തോന്നുന്നു 8.5 GPA എന്തോ ഉണ്ടായിരുന്നു, സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് 9,000 രൂപയ്ക്ക് അവൻ 14 മണിക്കൂറാണ് ഒരു ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സൈറ്റിൽ പോവുക, പൊരി വെയിലത്ത് നിൽക്കുക, അങ്ങനെ അവൻ 2 വർഷം ജീവിച്ചു. സൈറ്റ് എഞ്ചിനീയർക്ക് അതിലും കുറവ്. ശരിയാ, അതാണ് അവസ്ഥ. അപ്പം ഈ ബിടെക് ഉണ്ട്, എംടെക് ഉണ്ട്, 4-6 വർഷമായി. 6 വർഷം കഴിഞ്ഞിട്ട് കയറുന്നതെന്ന് പറഞ്ഞാൽ 12,000 രൂപയ്ക്കാണ് ജോലി കയറുന്നത്. അതും കഴിഞ്ഞ് ഇവിടെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി പണിയെടുക്കണം, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി പണിയെടുക്കണം. ഈ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമായിരിക്കും ഇവർക്ക് പുറത്ത് പോകാൻ പറ്റുക. ഈ പുറത്ത് പോകുമ്പോൾ തന്നെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, കാരണം 4 years ബിടെക്, 2 years എംടെക്, അത് കഴിഞ്ഞിട്ട് 2 വർഷം ഇവിടുത്തെ എക്സ്പീരിയൻസ്, ഇതും കഴിഞ്ഞ് പുറത്ത് പോകുമ്പോൾ കിട്ടുന്ന ഒരു 50,000 രൂപയായിരിക്കും കിട്ടുക പുറത്ത്. കാരണം പുറത്ത് 50,000 രൂപ, ഇവിടുത്തെ 10,000 രൂപയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലെന്നുള്ള ആൾക്കാർക്ക് പൊതുവെ അറിയത്തില്ല. അതറിയില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ IIT കുറിച്ച് പറഞ്ഞാലും വലിയ പ്രശ്നമാണ്. അതെ. അപ്പം പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവരൊരു 1 lakh എത്തുന്നത്. കാരണം പണ്ട് 120 പേര് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ബാച്ചിൽ ഇപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 25 പേര് പോലും ഇല്ല. ഇതേ 120 പണ്ട് 25 പേരുണ്ടായിരുന്ന കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൽ ഇപ്പോൾ ഉണ്ട് 100 പേര്. അപ്പം ഇങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നു. കാരണം മെക്കാനിക്കൽ പഠിച്ചവരോ എന്ത് പഠിച്ചവരോ എല്ലാവരും പോകുന്ന IIT ടെക് ഈ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ സാലറി ഉള്ളൂ. സാലറിയിലുപരി ഈ പറഞ്ഞതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. റിക്രൂട്ടേഴ്സ് വന്നു കഴിയുമ്പം എല്ലാവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്. മെക്കാനിക്കൽകാരും ഇലക്ട്രിക്കൽകാരും എല്ലാം പ്ലേസ്ഡ് ആവുന്നത് കമ്പ്യൂട്ടർ ജോലികളിലാണ്. എന്നിട്ട് പിന്നെ ഈ ട്രെയിനിങ് ആണ്. എഗെയിൻ നമ്മൾ ആ ഒരു പോയിന്റിലേക്കാണ് തിരിച്ചു വരുന്നത്. ഒരു റിക്രൂട്ടറെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡിഗ്രികൾ എത്രത്തോളം ഹെൽപ്ഫുൾ ആണ്, അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഒന്നുമില്ലെന്ന് ഞാൻ പറയും. ഐ വിൽ ബി ലൈക്ക് സോ ഓണസ്റ്റ്. ഒരു ഗുണമില്ലെന്ന് പറയും എഡ്യൂക്കേഷൻ സിസ്റ്റം. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ ഈ 7-8 വർഷം കഴിഞ്ഞ ഒരു കേസ് പറഞ്ഞല്ലോ 1 lakh നമ്മളിപ്പോൾ വൈ ഡിഗ്രിയിൽ സ്റ്റുഡൻസ് നമ്മളിപ്പോൾ 3 month കോഴ്സ് കൊടുക്കുന്നുണ്ട്, 6 month കോഴ്സ് കൊടുക്കുന്നുണ്ട്. വി ആർ കമ്മിങ് ഓഫ് വിത്ത് സംതിങ്, അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ ഈ പറയുന്ന സ്റ്റുഡൻസ് 3 month കഴിയുമ്പോഴത്തേക്കും 10,000 rupees ഏൺ ചെയ്യുന്ന ലെവലിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷൻ. ഇതിൽ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. രേണു അത് പറയുന്നതിന് മുന്നേ ഞാനത് പറയും. അപ്പം ഇതിലെ സക്സസ് പെർസെൻറ്റേജ് ഉണ്ട്. ഈ ഒരു 3 month കോഴ്സിൽ ഇതിലെത്തുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം ഈ സക്സസ്ഫുൾ ആവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ, ഹയറിംഗ് സിസ്റ്റത്തിൽ ഡിഗ്രി സിസ്റ്റം പറഞ്ഞു, നമ്മൾ ഒരാളെ ഹയർ ചെയ്തെടുക്കുമ്പോൾ അയാൾക്ക് എന്ത് ഡിഗ്രി ഉള്ളതാണെങ്കിലും വെൻ ഇറ്റ് കംസ് ടു ദ റിയൽ വേൾഡ് അയാൾ ഒരു പുസ്തകം പഠിക്കുന്നു, എക്സാം എഴുതുന്നു, പാസ്സാവുന്നു. ഇതാണ് ചെയ്യുന്ന ഒരു കാര്യം. നമ്മളിത് പറയുമ്പോഴത്തേക്കും ഒരു ബിടെക്കിന് പാസ്സാവാൻ വേണ്ടത് 40 മാർക്കാണ് 100-ൽ വേണ്ടത്. ഇൻറ്റേർണൽ മാർക്സ് 35 മാർക്ക് ഉണ്ടെങ്കിൽ, സോ 35 മാർക്ക് താഴോട്ട് പോകും തോറും നമ്മൾ അത്രയും കൂടുതൽ എഴുതി വാങ്ങിക്കണം. സോ എനിക്കുണ്ടായിരുന്ന ഇൻറ്റേർണൽ 5 മാർക്ക് 6 മാർക്ക് ഇങ്ങനെയൊക്കെയാണ്. കാരണം അറ്റൻഡൻസ്, അസൈൻമെൻറ്റ് വെക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ക്രൈറ്റീരിയയുടെ ബേസിലാണ്. താങ്കളുടെ ഒരു മേഖലയേ ആയിരുന്നില്ല. ഐ വാസ് ഡൂയിങ് ബോഡി ബിൽഡിംഗ് ബിടെക് പഠിച്ചുകൊണ്ടിരുന്നപ്പം. എനിക്ക് കേരള യൂണിവേഴ്സിറ്റിക്കൊക്കെ ആ വഴി പോകേണ്ടവരാണ് പോയി എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. പ്രശ്നം. ഐ ആം എ വിക്ടിം. നമ്മളിപ്പം സൊസൈറ്റി പറയുമ്പോൾ ഐ ആം എ വിക്ടിം എന്ന് ഞാൻ പറയും. കാരണം പെട്ടുപോയതാ. അപ്പം ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. അപ്പം ടെക്നിക്കലി സ്പീക്കിംഗ് എനിക്ക് പാസ്സാവണമെങ്കിൽ 40 മാർക്ക് മേടിച്ചാൽ പോരാ, 60-70 മാർക്ക് മേടിക്കണം. സോ ഈ ബിടെക് പാസ്സായി എന്ന് പറയുന്ന എല്ലാവർക്കും എന്നെക്കാളും മാർക്ക് കുറവ്. അവന്മാർ 40 മാർക്ക് മേടിച്ച് പാസ്സായമാരാ, ഞാൻ 70 മാർക്ക് മേടിച്ച് തോറ്റാളാണ്. അപ്പം ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഉണ്ട്. അതിൽ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. ലൈക്ക് നോബഡി നോസ് ദാറ്റ്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അമ്മയൊക്കെ ഇത് അറിയണം, ഇത്രയും മാർക്ക് മേടിച്ചിട്ടാണ് മോൻ തോറ്റേന്ന് അമ്മ അറിയണം. അല്ലെങ്കിൽ അവർ പറയും ഞാൻ മണ്ടനാണ്. പക്ഷേ ശരിക്കുള്ള മണ്ടന്മാർ ഈ 40 മാർക്ക് മേടിച്ച് പാസ്സായമാരാണ്. അപ്പോൾ ഇവരിത് വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മളൊരു ജോബ് റോളിൽ വരുമ്പോഴത്തേക്കും ലെറ്റ്സ് കൺസിഡർ ദി സിറ്റുവേഷൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഈ 7 വർഷം കഴിഞ്ഞ് ഒരാൾ പഠിച്ചിറങ്ങുമ്പം ഇയാൾ ഇറങ്ങുന്ന ബാങ്കിൻ്റെ കടവുമായിട്ടാണ്. അല്ലാതെ ഹീസ് ഏർണിംഗ് നത്തിങ്. ആഫ്റ്റർ 7 years ഓഫ് അവർ എഡ്യൂക്കേഷൻ കടവായിട്ട് ഇറങ്ങുന്നത്. ഹീസ് നോട്ട് മേക്കിംഗ് മണി. പിന്നെ എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പഠിപ്പിക്കുന്നത്? ഇപ്പോൾ ഈ ഹയറിംഗ് സൈഡിലോട്ട് വരുന്നു, ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്യുന്നു, അയാൾക്ക് എല്ലാവർക്കും ഗ്രോത്ത് വേണം, അത് വേണം, ഇത് വേണം, ഇതെല്ലാം ആൾക്കാർ പറയും. പക്ഷേ നോബഡി ഈസ് വില്ലിംഗ് ടു വർക്ക് ഹാർഡ്. നോബഡി ഈസ് ഗോട്ട് ദ സ്കിൽ. ഓക്കെ, ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ബിഗിനർ 20,000 രൂപയ്ക്ക് കമ്പനി ജോയിൻ ചെയ്യുന്നു വിചാരിക്കാം. ഏത് കമ്പനിയിലാണ് ബിഗിനർ വന്നേ 20,000 രൂപയ്ക്ക്? നമ്മുടെ കമ്പനിയിൽ തന്നെ വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ വിചാരിക്കുക, ഇപ്പം നമ്മുടെ ബിഗിനേഴ്സിനൊക്കെ നമ്മൾ പേ ചെയ്യുന്ന ടാലൻസിനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ടെർമിനേഷൻസ് വരുന്നുണ്ടെന്ന് പറയുമ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിൽ നെംസിൽ ഇത്ര 1 വർഷം കഴിയുമ്പോൾ സാലറി 2 വർഷം അങ്ങനെയൊന്നുമല്ല. ഇഫ് ദേ പുട്ട് മണി ഓൺ ദ ടേബിൾ ദേ വിൽ ഗെറ്റ് എ ഷെയർ ഓഫ് ഇറ്റ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നത്. കാരണം വൈ ഡിഗ്രിയിൽ എന്ന് പറയുമ്പം ഈ കൺസെപ്റ്റ് പോലെ തന്നെ ഒരു കോർപ്പറേറ്റ് കൾച്ചർ അല്ലെങ്കിൽ ഒരു ട്രാറ്റ് റേസ്, ഒരു കേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കില്ല. കുറേ സാധനത്തിൽ അത് തിരിച്ചടിച്ചിട്ടുമുണ്ട്. ഐ വിൽ ബി ഓണസ്റ്റ് വിത്ത് യു. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഐ സി
മീ ഇൻ ദോസ് പീപ്പിൾ. എനിക്കിങ്ങനൊരു അവസരം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുക, പക്ഷേ അവരതല്ല ചെയ്യുക. അപ്പം നമ്മൾ എത്രത്തോളം ഫ്രീ ആവുന്നോ ദേ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അങ്ങനെ രണ്ട് സൈഡും ഉണ്ട്. അപ്പം ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഒരാളെ ഞാൻ താഴത്തെ ലെവലിൽ നിന്ന് ആൾക്കാരെ അത്രയും പെട്ടെന്ന് പ്രൊമോട്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. വളരെ അന്വേഷിച്ചെടുത്ത മാനേജറിയൽ പൊസിഷനിൽ വെച്ച ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം ദർ ആർ പ്ലേയേഴ്സ്, ചില ആൾക്കാർക്ക് ചില പൊസിഷനിലേക്ക് വെക്കുമ്പോഴത്തേക്കും അവരുടെ സ്ട്രെങ്ത് വരുന്ന പല ഏരിയയിലായിരിക്കും. ഇപ്പം ഒരു മാനേജർ എന്ന് പറയുന്ന ഒരാൾ അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ അയാൾക്കൊരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിനെ കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അയാൾക്ക് ആ ടീം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അതെ, അയാൾക്ക് ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇപ്പം കമ്പനിയിൽ ഇപ്പം ഞാനൊരു പ്രഷർ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് ആ പ്രഷർ കൊടുത്തിട്ട് അയാളുടെ എംപ്ലോയീസിനെ കൊണ്ട് അയാളുടെ താഴെയുള്ള ആൾക്കാരെ കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു കൺസെപ്റ്റ് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അയാൾക്ക് എങ്ങനെ ആ ടീമിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ബേസിക് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസ് വേണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. കാരണം ഒരു ലീഡർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പം ഭയങ്കര ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്ന ഒരാളല്ല. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സെയിൽസ് സൈഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ബൈജൂസ് എന്നുള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ടുണ്ട്. ബൈജൂസിൻ്റെ സെയിൽസ് സിസ്റ്റം എല്ലാം എനിക്കറിയാം. അപ്പം ഈ ബൈജൂസിൽ നിന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സീനിയർ മാനേജർ ലെവലിലുള്ള ആൾക്കാർ പച്ചയ്ക്ക് പറഞ്ഞാൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന ഒരു ലെവലാണ് അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ. കാരണം അത് കേട്ടോണ്ടിരിക്കും ആൾക്കാർ. കാരണം അത്രയും ഹൈ സാലറി കൊടുക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയാം വേറെ എവിടെ പോയാലും ഈ സാലറി കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ അടിമകളെ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു മാനേജർ ഞാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെ പറ്റത്തില്ല. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രെയിൻ ചെയ്യുക, ഒരാളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ വിടുക. അപ്പം അങ്ങനെ വിടാനിരിക്കുമ്പോഴത്തേക്കും ഇത്രയും പേരെയാണ് നമുക്ക് വിടേണ്ടി വന്നത്. ഇതിൻ്റെ കാര്യം അവർക്കൊരു സ്കില്ലില്ല, അവർക്ക് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാ ആൾക്കാർക്കും ഒരു നീഡുണ്ട്, വാണ്ടുണ്ട്. പക്ഷേ വാട്ട് റിയലി ബിൽഡ് സക്സസ് എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻസാണ്. ഇറ്റ്സ് നോട്ട് വാണ്ടിങ്. കാരണം റെപ്പറ്റീഷൻസ് ഓൺ എ ഡെയിലി ബേസിസ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് വാട്ട് വി കോൾ ഡിസിപ്ലിൻ. അപ്പം ഈ പറഞ്ഞ കാര്യം ആൾക്കാർക്കില്ല, വർക്ക് എത്തിക് ആൾക്കാർക്കില്ല, സ്ട്രെസ് ടോളറൻസ് ആൾക്കാർക്കില്ല, സ്ട്രഗിൾ ചെയ്യാൻ ആൾക്കാർക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ഗ്രോത്ത് വേണം, ശമ്പളം വേണം, സാലറി ഹൈക്ക് വേണം, ബോണസ് വേണം, മാനേജർ പൊസിഷൻസ് വേണം. വൈ ഷുഡ് ഐ ഗീവ് ദം? ഈ പറഞ്ഞ ഒരു കാര്യം ഏത് സ്കൂളിലായി പഠിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഏത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, ബേസിക് ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഏത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജോലി കിട്ടുന്ന ആൾക്കാർ ഈ 1 ലക്ഷം രൂപ കിട്ടുന്ന ഒരു സാലറി കിട്ടുന്ന ഒരാൾ അടുത്ത എൻഡ് ഓഫ് ദ മന്ത് ബ്രോക്കാ. സത്യം. ക്രെഡിറ്റ് കാർഡിലോട്ട് കിടക്കും. അതെ, ക്രെഡിറ്റ് കാർഡ്, EMI കുറേ പേരുടെ നിന്ന് റോൾ ചെയ്യും. അടുത്ത എൻഡ് ഓഫ് ദ മന്ത് ഇവർക്ക് പൈസ ഇല്ല കൈ. കാരണം പൈസ കിട്ടുന്നത് മാനേജ് ചെയ്യാൻ പോലും ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിപ്പിക്കുന്നില്ല. സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഏത് സ്കൂളിലുണ്ട് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കുന്നത് ഇവിടെ? ഞാനും പഠിച്ചിട്ടില്ല. അപ്പം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ബിസിനസ്സിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ്. കാരണം ഞാനിതൊന്നും കോളേജിൽ പഠിച്ചിട്ടില്ല, സ്കൂളിൽ പഠിച്ചിട്ടില്ല. മീൻസ് ഐ സ്റ്റാർട്ടഡ് ബിസിനസ്. ഇപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളിപ്പോൾ എനിക്കൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട്, ഒരു സോഷ്യൽ മീഡിയ ഫിഗറുണ്ട്. അപ്പം പീപ്പിൾ ആർ ലൈക്ക് ഓക്കെ ഇവൻ ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇവൻ എല്ലാം അറിയാം. അതൊരു പുതിയൊരു സിസ്റ്റം. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരാളുടെ ടാലൻറ്റ് അല്ലെങ്കിൽ അയാളുടെ കഴിവ് ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അളന്നു തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ എന്ത് പറയുന്നോ അയാളെ കുറേ പേര് കാണുന്നുണ്ടോ എങ്കിൽ ഹീസ് ദി ബെസ്റ്റ് എന്നൊരു ഒരു ചിന്ത വന്നിട്ടുണ്ടല്ലേ? ചിന്ത വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഫോളോവർ കൗണ്ട് ആണ് ഒരാളുടെ അറിവിൻ്റെ മാനദണ്ഡമായിട്ട് ഇപ്പോൾ ആൾക്കാർ കണക്ക് കൂട്ടുന്നത്. കാരണം ഒരാളൊരു ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അയാൾക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഹീ നോസ് എവറിത്തിങ്. ആ ഒരു പർട്ടിക്കുലർ ന്യൂസിൽ എല്ലാം അറിയാമെന്നുള്ളതുകൊണ്ട് ഇത് പബ്ലിക്ക് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്ക് കാണാൻ പറ്റിയൊരു കാര്യം, ഇത് ക്രിയേറ്റേഴ്സിന് ഇൻഫ്ലുവൻസേഴ്സിന് അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ട്. കാരണം ലിറ്ററലി പറയുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ മോസ്റ്റ് ഓഫ് ദി ഇൻഫ്ലുവൻസേഴ്സ് ഐ നോ മാസ്ക് ഇട്ടാണ് നിൽക്കുന്നത്. ഇവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഫേസ് അല്ല ഇവരുടെ റിയൽ ഫേസ്. ഇതൊന്നും അല്ല ഇവർ റിയൽ ലൈഫിൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോഴാണെങ്കിലും ഞാൻ കോണ്ടന്റുകൾ പല കാര്യങ്ങൾ ഇപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പം ആൾക്കാർ ഇപ്പം ഈ സ്പേസിൽ തന്നെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് തന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പണായിട്ട് പറയരുത്, നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ അഗ്രസീവായിട്ട് പറയരുത്, ഇങ്ങനെ ചെയ്യരുത്. അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു വീഡിയോ ഒരു ഫോട്ടോ വരെ വെച്ച പോലും അങ്ങനെ പോലും ചെയ്യരുത്. പ്രതിച്ഛായ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു മെയിൻറ്റെയിൻ. ഇപ്പം ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയപ്പോഴും ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് എനിക്ക് റോ ആയിട്ട് കാണിക്കേണ്ടത്. കാരണം എന്നെ ഫോളോ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഞാൻ കാരണം ഇൻഫ്ലുവൻസ് ആയി എന്ന് പറയുന്ന ഒരാൾ, കാരണം ഐ ഗെറ്റ് ലോട്ട്സ് ഓഫ് മെസ്സേജസ് ഇപ്പോൾ പല കോണ്ടന്റ് ചെയ്തും. കാരണം പല ആൾക്കാരും ഭയങ്കര ഡെസ്പായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഒരു കോണ്ടന്റ് അവിടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. ഇതിപ്പം ഞാനിപ്പോൾ കൊടുക്കുന്ന കണ്ടന്റ് അത്രയും റോ ആക്കാൻ കാര്യം അതാണ്. കാരണം എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കും, സാർ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഇങ്ങനത്തെ സാറിൻ്റെ കണ്ടന്റ് കണ്ടത്, അല്ലെങ്കിൽ ബ്രോ ഈ ഒരു നിങ്ങൾ ഇൻസ്പിറേഷനാണ്. കാരണം എൻ്റെ മോട്ടിവേഷൻ അതാണ്. റാദർ ദാൻ ഫോളോവേഴ്സ്. ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോഴത്തേക്കും
അതാണ് എൻ്റെ റെക്കഗ്നീഷൻ. ഞാൻ വിശ്വസിക്കുന്ന കാര്യം കേട്ടോ, ബാക്കിയുള്ളവരായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം. ഇപ്പോൾ ഐ ആം എക്സ്പോസിങ് മൈസെൽഫ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരൊന്നും വേണ്ട. ഇപ്പോൾ ഈ ബിസിനസ്സിലായിക്കോട്ടെ, ഞാൻ എല്ലാം പഠിച്ചു തുടങ്ങിയ ഒരാളല്ല. എനിക്ക് ബിസിനസ്സുകൾ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് മാർക്കറ്റിംഗ് സൈഡിലെ പോലും പലതും അറിയാതാണ് ഞാനൊരു ഡീറ്റെയിൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങിയത്. ഞാൻ പിന്നീടാണ് പഠിച്ചത്. പക്ഷേ ഇതിൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. ഞാനിത് ക്വിറ്റ് ചെയ്തില്ല. ഇപ്പം ഏതൊരു ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോടും എനിക്ക് പറയാനുള്ള ഒരു പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെവർ ക്വിറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ലിസൺ ടു എനിവൺ. ആരും പറയുന്ന കേൾക്കരുത്. കാരണം ലോകം മൊത്തം നിങ്ങളെ എതിരെ പറയും നിങ്ങളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പം, അൺലെസ് ആൻഡ് അണ്ടിൽ യു പ്രൂവ് യുവർ സെൽഫ്. കാരണം അത് കേട്ടിട്ട് കാര്യമില്ല. മൂന്നാമത്തെ കാര്യം, ഡു വോളിയം. വാട്ട് എവർ യു ഡു വോളിയം. അത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ കോണ്ടൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഒരാഴ്ച ഒരു കോണ്ടൻറ്റ് ചെയ്യാം, ഞാൻ 100 കോണ്ടൻറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഷൂട്ടിൽ ഞാൻ ചെയ്യുന്ന 50 കണ്ടൻറ്റോ 100 കണ്ടൻറ്റോ ആയിരിക്കും ഒരു 3 hour 4 hour ഷൂട്ടിൽ. പക്ഷേ പലരും അത് ചെയ്തില്ല. അപ്പം ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ബേസിക്കലി കഷ്ടപ്പെടണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നേരത്തെ ഹയറിംഗ് കാര്യം ചോദിച്ചതാണെങ്കിലും ഇവിടെ വരുന്ന ആൾക്കാർ കഷ്ടപ്പെടാൻ ശരിയല്ല. ഇപ്പം നമ്മുടെ സെയിൽസ് ടീമിൽ നിന്നൊക്കെ കുറേ ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പെർഫോമൻസ് ഇല്ല, ഫോൺ കോൾസ് ചെയ്യാറില്ല, ഈ കൊടുക്കുന്ന ടാർഗറ്റ്സിൽ ഉടായ്പ് കാണിക്കും, ഫേക്ക് ഇത് കൊടുക്കും. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് കഴിയും. അല്ലെങ്കിൽ ഇവരെ കൊണ്ട് റെസിഗ്നേഷൻ ഇവർക്ക് പറ്റൂല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഫോർമാലിറ്റി ഈ ഫോർമാലിറ്റി പറഞ്ഞിട്ട് ഇവർ വിളിക്കും, ബഹളം ഉണ്ടാക്കും, ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. യു നോ ദാറ്റ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പം ഞാൻ ആലോചിക്കുന്ന കാര്യം, ഇതിൻ്റെ പകുതി മെനക്കേട് ഇവർ ജോലിക്കകത്തിട്ടിരുന്നെങ്കിൽ ഇവരെ നമുക്ക് ടെർമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഒരുത്തനെയൊക്കെ നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊരു കേസുണ്ട്. അപ്പോൾ അവൻ മാനേജറിനെ പിന്നീട് ഇറങ്ങിയിട്ട് വിളിച്ചു. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ കഥ പറച്ചില്ല. ഇവനോടൊരു കാര്യം ചോദിച്ചാൽ ഇവൻ 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റിൻ്റെ വോയിസ് ആണ് അയക്കുക വാട്സപ്പിൽ കൂടെ. ഇവൻ എങ്ങനെ പണിയെടുക്കും? ഈ വോയിസ് അയക്കുന്ന സമയത്ത് ഇവൻ എത്ര കോൾ ചെയ്യാൻ പറ്റും? എന്നിട്ട് ഇവൻ മാനേജർ വിളിച്ച് പറഞ്ഞ കേസായത്, ഞാനിപ്പോൾ വേറൊരു കമ്പനി കയറി, ഇവിടെ ഞങ്ങൾ 3000 രൂപയുടെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത്, അങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഞാൻ സെയിൽ അടിക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ 6-7 എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇപ്പോഴും അവൻ നിൽക്കുന്ന സെയിൽസ് എക്സിക്യൂട്ടീവ് ലെവലില്ല. ഇപ്പോഴും അവൻ നിൽക്കുന്ന 3000 രൂപയുടെ പ്രൊഡക്റ്റാണ്. ഇതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇല്ലാത്തൊരു കാര്യം, ഞാൻ എൻ്റെ മാനേജറോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് ടീം തന്നെ പറയാം, സെയിൽസിൽ വരുന്ന ഒരാളോട് എന്താണ് പ്രൊഫഷൻ എന്ന് ആദ്യം പഠിപ്പിക്കേണ്ടത്. ആ ഒരു പർട്ടിക്കുലർ പ്രൊഫഷൻ എന്താണെന്ന് പഠിപ്പിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ സെയിൽസുകാരെന്ന് പറഞ്ഞാൽ മറ്റേ ബാഗ് തൂക്കി വരുന്ന ആൾക്കാരാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സെയിൽസിലെ ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ഏറ്റവും കുറഞ്ഞൊരു സെയിൽസ്, നേരത്തെ 12,000 രൂപയുടെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ടുള്ള പല ആൾക്കാർക്കും, ഫ്രഷേഴ്സായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു 6 month എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 20,000 മുകളിൽ സാലറി ഉണ്ട്. ബിക്കോസ് ദേ ആർ പുട്ടിങ് മണി ഓൺ ദ ടേബിൾ. അവർ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനിക്കറിയില്ല, ഒരാളുടെ പോലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനിക്കറിയില്ല. ഞാൻ നോക്കുന്ന കാര്യം, ദേ ആർ ഗുഡ് വിത്ത് നമ്പേഴ്സ്. അവർ ഇത്ര നമ്പേഴ്സ് കൊണ്ടുവരുന്നുണ്ട്, ഇത്ര റവന്യൂ കമ്പനിക്ക് വരുന്നുണ്ട്. ദേ നോ ഹൗ ടു ടോക്ക്, ദേ നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, ദേ നോ ഹൗ ടു കൺവിൻസ് എ കസ്റ്റമർ. അപ്പം ഇതിൽ നിന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, സ്കില്ലാണ് പ്രധാനപ്പെട്ടത്. എനിക്ക് മാത്രമല്ല, ലോകം മുഴുവനുള്ള എല്ലാ ഓൺട്രപ്രണേഴ്സും പറയുന്നത് ഇനിയുള്ള കാലത്ത് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് കടക്കണം. സ്കില്ലില്ലാത്തവന് ഒന്നും നേടാൻ പറ്റില്ല. സ്കില്ലിൻ്റെ പുറകെയാണല്ലോ ഹാർഡ് വർക്കും ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും വരിക. അപ്പോൾ കറൻറ്റ് സിനാരിയോ വെച്ചിട്ട് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. ഇപ്പോൾ സ്കൂളുകളാണെങ്കിൽ IGCSE സിലബസിൽ ഞാൻ വീണ്ടും കാണാറുണ്ട്, ഇഷ്ടമുള്ള സബ്ജക്ട്സ് ചൂസ് ചെയ്ത് പഠിക്കാം. ഇപ്പം നിയോസ് എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ട്. പക്ഷേ അത് നമ്മുടെ സ്കൂളുകൾ ആരും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല, പുറത്തുള്ളവർ സമ്മതിക്കില്ല. കാരണം അതും ഈ IG പോലത്തെ പഠിത്തമാണ്, വേണ്ടല്ലോ, നമുക്കെല്ലാം പഠിച്ചു പോകുന്നുള്ളതാണ്. അപ്പോൾ റൈറ്റ് നൗ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഡിഗ്രി പോലെയുള്ള ഇതുപോലെയുള്ള സംരംഭങ്ങൾ, നിങ്ങളുടെ പരിപാടികൾ എങ്ങനെ അവരെ സഹായിക്കും? എങ്ങനെ ആ സ്കിൽ, ആ ഒരു ഗ്യാപ്പ് അത് ഫില്ല് ചെയ്യാൻ പറ്റും? സോ ബേസിക്കലി ഐ ഗിവ് യു ബ്രീഫ് അബൌട്ട് ഡിഗ്രി. ഇപ്പോൾ ഡിഗ്രി തുടങ്ങാനുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുമ്പം, ഏതൊരു സ്റ്റുഡൻറ്റിൻ്റെയും ഒരു സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. സോ ബേസിക്കലി കേരളത്തിൽ വരുമ്പോഴാണ്, ഇന്ത്യയിൽ വരുമ്പോഴാണ് എന്താണ് എഡ്യൂക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് എന്താ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അതാണ് പറയുന്നത്, അതാണ് എഡ്യൂക്കേഷൻ. സോ ബേസിക്കലി വാട്ട് ഐ ബിലീവ് ഇൻ ഈസ്, ഒരാൾക്ക് ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു CEO ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐ ഷുഡ് ബി ഗുഡ് ഇൻ മാർക്കറ്റിംഗ്, സെയിൽസ്, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻസ്, HR, പീപ്പിൾ മാനേജ്മെൻറ്റ്, ഈ പറഞ്ഞ സാധനങ്ങളിലെല്ലാം ഞാനിരുന്ന് പഠിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷൻ. അല്ല ഞാൻ പറഞ്ഞ പോലെ ബിടെക്കിൻ്റെ കാറിൻ്റെ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് CEO ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാറ്റുക എന്നുള്ളത്, ഐ ലിറ്ററലി വാണ്ട് ടു ചാലഞ്ച് ദ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഈ ഒരു
കൺസെപ്റ്റിലാണ് തുടങ്ങുന്നത്. അപ്പം ഇതിൽ ഒരു കുട്ടിയുടെ ഒരു സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് റിക്വയർസ് എ ലോഡ് ഓഫ് R&D, അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രോങ് R&D ടീം വേണം, അതിനുവേണ്ടി അത്രയും ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഐ തിങ്ക് ഇറ്റ് വിൽ ടേക്ക് അപ് ടു 3 years ഈ ഒരു കറക്റ്റ് സിസ്റ്റം. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ കൂടെ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് അറ്റ് ദിസ് ടൈം. സോ വി ആർ ബിൽഡിംഗ് ദ ടീം ടു ഡൂ ദാറ്റ്. കാരണം ഇതാണ് നമ്മുടെ ഒരു ലോങ് ടേം പ്രൊജക്റ്റ്. ഒരു കുട്ടിയെ കുഞ്ഞിലേ തൊട്ട് ആ കുട്ടിയുടെ ഒരു സ്കില്ല് അല്ലെങ്കിൽ ആ കുട്ടി പോകേണ്ട ഒരു പാത്ത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരേ ആൾക്കാരുടെ ബ്ലഡ് വർക്കിലൂടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് വന്നിട്ട് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക വൈറ്റമിൻ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇതേപോലത്തെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എയിം ചെയ്യുന്ന കാര്യം. ആൻഡ് വി ഹാവ് എ ബാക്ക് ആൻഡ് ടീം വർക്കിംഗ് ഓൺ ഇറ്റ്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ബിസിനസ്സുകളാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 17 year old 18 year old, അതായത് 12th കഴിഞ്ഞ ആൾക്കാരാണ്. അവർക്ക് ഡിഗ്രിക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്ന ആൾക്കാരാണ്. കാരണം ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഇത് മനസ്സിലായി തുടങ്ങി. അവിടെ ഞാനൊന്ന് ഇൻറ്ററപ്റ്റ് ചെയ്ത് ചോദിച്ചോട്ടെ, വൈ ഡിഗ്രി? ഇപ്പം വൈ ഡിഗ്രിയിൽ താങ്കളുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. ആദ്യം എന്നോട് നിങ്ങൾ കൊടുക്കുന്ന കോഴ്സുകൾ പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാൻ പറ്റുമോ? എന്തൊക്കെയാണ് അവിടെ? വൈ ഡിഗ്രിയിൽ ഞാൻ വരികയാണ്, അതായത് 12th കഴിഞ്ഞു, ഞാൻ തീരുമാനിച്ചു ഇത് സാധാരണ ഡിഗ്രി വഴി പോകണ്ട, അതെൻ്റെ ഓപ്ഷൻ നമ്പർ 1. എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ, ഞാനൊരു സാധാരണ ഡിഗ്രിയുടെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടും വൈ ഡിഗ്രിയിൽ വന്നാൽ നടക്കുമോ? രണ്ടും പറ്റും. ഓക്കെ, നൗ ടെൽ മീ. വി ഹാവ് സ്റ്റുഡൻസ് ഫ്രം 11 year old തൊട്ട് 65 വയസ്സ് വരെയുള്ള ആൾക്കാരോട് വൈ ഡിഗ്രിയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഐ ആം ഇൻട്രസ്റ്റഡ്. പറയൂ. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരുന്നത് സ്റ്റുഡൻസാണ്. സ്റ്റുഡൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുന്നത് ഒരു ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് വരുന്നത്. കൂടുതലും വരുന്നത് എൻ്റെ ഒരു കണ്ടിട്ട് അല്ലെങ്കിൽ അറിഞ്ഞ് അങ്ങനെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ല, ഇവർക്ക് ജെനുവൻലി ഇവരുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു സംഭവമാണ് ഇവരുടെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഡിജിറ്റൽ ബിസിനസ്സുകളിലാണ്. ഡിജിറ്റൽ ബിസിനസ്സുകളിലെന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാപിറ്റൽ ആവശ്യമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, ആദ്യം തന്നെ ഓഫീസ് വേണം, വലിയ ഇത് വേണം, അത് വേണം, അതെ ലോൺ വേണം. കാരണം കാശ് മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. ദർ ഈസ് വൺ കൺസെപ്റ്റ് ഐ ബിലീവ് ഇൻ. ഇപ്പം നിങ്ങൾക്ക് കാശ് മുടക്കാതെ ഒരു ബിസിനസ് ചെയ്യുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ബിസിനസ് വിൽ ഫെയിൽ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. കാരണം ഞാൻ തുടങ്ങിയിട്ടുള്ള ഏത് ബിസിനസ്സിലാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതിലാണെങ്കിലും ഐ നെവർ ഹാഡ് എ ഓഫീസ്. ഇപ്പം വൈ ഡിഗ്രിയുടെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 months കഴിഞ്ഞിട്ട് എന്താണ് ഒരു ഓഫീസ് എടുത്തത്. അപ്പം ഓരോന്നിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ഞാൻ അതിൽ ആദ്യം മണി ഫ്ലോ ഉണ്ടാക്കിയിട്ടേ ഞാനതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അത് എൻ്റെ ഒരു കൺസെപ്റ്റ് അത്. അപ്പം ഡിജിറ്റൽ ബിസിനസ്സിൽ വരുമ്പോഴാണ് നമ്മളിപ്പോൾ ഫൈനാൻസ് ഉണ്ട്, ഡ്രോപ്പ് ഷിപ്പിംഗ് ഉണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബിസിനസ് മാസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. ബിസിനസ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ കാരണം ബേസിക്കലി നമുക്ക് ബിസിനസ്സിൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ വിചാരം MBA പഠിച്ച ബിസിനസ്സുകാരായിരുന്നു. എത്ര പേരുണ്ട് MBA പഠിച്ച ബിസിനസ്സുകാരായ? ഞാൻ MBA പഠിച്ച ഒരാളല്ല. കാരണം ഞാൻ ബിസിനസ് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സാധനം ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഫണ്ടിങ്, ബാലൻസ് ഷീറ്റ്, പ്രൊവിഷൻ. ഒരാൾക്ക് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാത്തവൻ ഈ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ടാക്സിൻ്റെ കാര്യം പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ള വലിയ ഹൈ ലെവൽ കാര്യങ്ങൾ സ്പ്രെഡ്ഷീറ്റ്സ് ഒന്നും ഉണ്ടാക്കാൻ പഠിച്ചിട്ട് കാര്യമില്ല. സോ ബേസിക്കലി ഒരാൾക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ എന്താ വേണ്ടേ? അയാൾക്ക് പൈസ വേണം, കസ്റ്റമേഴ്സ് വേണം. ഈ കസ്റ്റമേഴ്സിന് എന്താ വേണ്ടേ? ഇയാൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് ഇവരറിയണം. സോ ബേസിക്കലി യു ഹാവ് ടു ഡു മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ചെയ്താൽ ഇത്ര കസ്റ്റമേഴ്സ് വരുള്ളൂ. ഈ കസ്റ്റമേഴ്സ് വന്നവരെങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ബി ഗുഡ് വിത്ത് സെയിൽസ്. സോ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരാൾ ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാവണം, അയാൾക്കൊരു സ്കില്ലുണ്ടാവണം, ഇത് കൊടുക്കാൻ പറ്റണം, അറ്റ് ദ സെയിം ടൈം മാർക്കറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റണം. ഈ ആൾക്കാർ വരുമ്പോൾ ആൾക്കാരെ ക്ലോസ് ചെയ്യാൻ പറ്റണം. ഇവിടെയാണ് തുടങ്ങുന്നത്. സോ നമ്മുടെ ഒരു കരിക്കുലം ഡിസൈൻ ചെയ്തേക്കുന്നത്, ഇപ്പോൾ ഫൈനാൻസ് വരുന്ന ഒരാൾക്കാരെന്ന് പറഞ്ഞാൽ 90 days നമ്മളൊരു കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ആയിട്ട് പോയി, ഐ ഡോണ്ട് ഈവൻ കെയർ ഇഫ് ദ കോമ്പറ്റീറ്റേഴ്സ് ഹിയർ അബൌട്ട് ദിസ്. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി ഇവർക്കൊരു ടാസ്ക് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ 3 ടാസ്കുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ബിസിനസ്സിലൊരു ടാസ്ക് ഉണ്ടാവും, മൈൻഡ് സെറ്റിലൊരു ടാസ്ക് ഉണ്ടാവും, ഫിറ്റ്നസ്സിലൊരു ടാസ്ക് ഉണ്ടാവും. കാരണം ഫിറ്റ്നസ് നമ്മൾ അത്രയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ബീയിങ് എ ബോഡി ബിൽഡർ, എൻ്റെ ഒരു ഫിറ്റ്നസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരാളൊരു ഫിറ്റായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുപോകുമ്പോഴും അല്ലാതെ ചെയ്യുമ്പോഴും ഉള്ള പ്രൊഡക്ടിവിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഡിസിപ്ലിൻ, എക്സാക്ട്ലി. നോട്ട് ജസ്റ്റ് ഡിസിപ്ലിൻ, നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റി, നമ്മുടെ എനർജി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം സംബഡി ഈസ് ഫാറ്റ്, ഹീസ് ഡ്രിങ്കിങ് ആൻഡ് സ്മോക്കിംഗ് എവറി ഡേ, ഹീസ് ഡിസിപ്ലിൻഡ് എന്ന് പറഞ്ഞാൽ പോലും അയാളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഒരു ഉണ്ടാവും. ദാറ്റ് ഹാസ് വർക്ക് ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് വർക്കിംഗ് ഫോർ ദം ആസ് വെൽ. ഡെയിലി ഇവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ടാസ്ക് ഉണ്ടാവും. അത് ചെറിയ ചെറിയ കാര്യങ്ങളാവാം. ഇപ്പം എൻ്റെ സെഷൻസ് വരാറുണ്ട് എല്ലാ വെനസ്ഡേസിലും. എന്ന് പറഞ്ഞാൽ ഓഫ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെഷൻ വരാറുണ്ട് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടുള്ള. വി ഡിസ്കസ് ബിസിനസ്. ഇവിടെ രേണു നമ്മുടെ പേജ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ദർ ആർ 18 year olds who started their business and there was some guy, ആള്
17 വയസ്സേ ഉള്ളൂ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 2 വീക്സിൽ ഫസ്റ്റ് ക്ലയൻറ്റിനെ ലാൻഡ് ചെയ്തു. 2 വീക്സിൽ യു ക്യാൻ സീ ഇറ്റ് ഓൺ അവർ പേജ്. ഒരു AI ഓട്ടോമേഷൻ ഒരു ഏജൻസി ഇത് ചെയ്തിട്ട് ഇത് കാരണം ഒന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുമ്പോഴത്തേക്കും ഒരു കമ്പനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മെസ്സേജ് പോകുന്ന ഒരു കാര്യം ഓട്ടോമേഷൻ ടൂൾസ് വെച്ചിട്ട് ചെയ്തു. ഇതിൽ ഫസ്റ്റ് ക്ലയൻറ്റിൽ ലാൻഡ് ചെയ്തു. കാരണം ഒരു 17 വയസ്സുകാരൻ അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം അയാൾ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, ഇന്നലത്തെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് പയ്യൻ ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാനത് കഴിയുന്നതിന് മുന്നേ ഞാൻ മെസ്സേജ് വായിച്ച് കേൾപ്പിച്ചു തരാം. അതിൽ ആ പയ്യൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാർ ഇന്നലത്തെ ക്ലാസ്സിൽ എനിക്ക് കുറേ കാര്യം മനസ്സിലായി. അപ്പം ഞാൻ കുറേ കാര്യങ്ങൾ സ്റ്റക്കായിരുന്നു, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നില്ല, ഞാൻ മെൻ്റൽ ബ്രേക്ക് ഡൗണിലായിരുന്നു, എനിക്ക് വിഷമത്തിലായിരുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ കുറേ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നമാണ്, ദ പ്രോബ്ലം വാസ് മീ. കാരണം ഇത്രയും സിറ്റുവേഷൻസ് വന്നപ്പോഴത്തേക്കും ഞാൻ വിഷമിച്ചിരുന്നതെല്ലാം ഞാൻ വർക്ക് ചെയ്തില്ല. അപ്പം ദിസ് ഈസ് വാട്ട് ഐ ആം ടീച്ചിങ് മൈ സ്റ്റുഡൻസ് ഇൻസൈഡ് വൈ ഡിഗ്രി. കാരണം ഈ മൈൻഡ് സെറ്റ് ടാസ്ക് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇപ്പം റേനുവിന് കണക്ട് ആവുന്ന ഒരു കാര്യം ഉണ്ടാവും. കാരണം യു ആർ ദ ബെസ്റ്റ് ഇൻ യുവർ ഗെയിം. ഓക്കെ, പക്ഷേ ഐ ബിലീവ് ടു. അപ്പം അത് രേണു ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇപ്പോൾ തുടങ്ങിയ ഒരു കേസിൽ ഇപ്പം ഈ പറഞ്ഞൊരു ബിലീഫില്ലേ, ദാറ്റ്സ് യുവർ കോൺഫിഡൻസ്. ഓക്കെ, ഈ കോൺഫിഡൻസ് വന്നത് എങ്ങനെയാണ്? ഫ്രം യുവർ എക്സ്പീരിയൻസ്, ഫ്രം ദ സ്ട്രഗിൾസ്. അല്ലെങ്കിൽ ഒരു സ്ട്രഗിൾ വന്നപ്പം അത് ഫേസ് ചെയ്ത് കഴിഞ്ഞ് എന്ത് വന്നാലും വാ പോരട്ടെ, ഈ മൂഡായിരിക്കും. അപ്പം ഇവിടെ മിക്ക ഓൺട്രപ്രനേഴ്സും ഫെയിൽ ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ടാണ്. വെൻ പ്രോബ്ലംസ് കം ദർ ആൺ അവേ. ഇപ്പം നമ്മളിപ്പോൾ ഈ പഠിപ്പിക്കുന്ന കാര്യത്തിലും ഓരോ കോഴ്സിലും നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ദേ ആർ ദ പീപ്പിൾ അറ്റ് ദ ടോപ്പ്. ഇപ്പം വെൻ ഇറ്റ് കംസ് ടു AI നമ്മൾ AI ടൂൾസാണ് പഠിപ്പിക്കുക. AI ടൂൾസ് ടു മേക്ക് മണി. നമ്മളെല്ലാം മണി ഓറിയൻറ്റഡാണ്. ഇപ്പം നിങ്ങളെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എയിമെങ്കിൽ യു ക്യാൻ ജോയിൻ വൈ ഡിഗ്രി. അതല്ല, നിങ്ങൾക്കൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡോണ്ട് കം ഹിയർ, ദിസ് ഈസ് നോട്ട് ഫോർ യു. ഇത് ഞാൻ എല്ലാവരോടും പറയും. അപ്പം ഇവിടെ ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഗായ് നെയിം മല്ലു ഹസ്ലർ എന്നാണ് ആളുടെ പേര്. ഹീ ഈസ് മേക്കിംഗ് ഓൾമോസ്റ്റ് 5 crore in 3 months. ഇതാണ് ആളുടെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇത് ചെയ്ത എക്സ്പീരിയൻസ് ഇങ്ങനെ പറയരുത്. ഇവിടെ എഞ്ചിനീയറിംഗിനും മെഡിസിനൊക്കെ പോയുള്ള ചങ്ക്. ആൻഡ് ഹീസ് ആൻ എഞ്ചിനീയർ ടു. അപ്പം ആള് എനിക്ക് തോന്നുന്നു പഠിച്ച എഞ്ചിനീയറിംഗ് ആണ്. ഹീസ് വർക്കിംഗ് ഇൻ മുംബൈയിൽ HUL വർക്ക് ചെയ്യുന്നത്. ഹീസ് ഹെഡിങ് ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സർഫ് എക്സലിന്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന ആളാണ്. ഹീസ് ഏണിംഗ് ഇൻ ലാക്സ്. ഹീസ് എ വർക്കിംഗ് പ്രൊഫഷണൽ ആസ് വെൽ. അതെ, അത് കൂടാതെ ഈ ഒരു സ്കില്ലിൽ നിന്ന് മാത്രം ഇയാൾ ഏൺ ചെയ്യുന്ന 3 months 5 crore എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരാളെ ഇവിടെ പഠിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടല്ലോ, കോളേജസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ആൾക്കാർ ഒരു മെൻറ്ററെ എവിടെ നിന്നെങ്കിലും ഹയർ ചെയ്ത് ഇത്ര രൂപ സാലറിക്കാണ് പഠിപ്പിക്കുന്നത്. വാട്ട്സ് ഹിസ് ക്വാളിഫിക്കേഷൻ? ഇപ്പം ഈ പറയുന്ന പോലെ ജോലിക്ക് പോ, പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിടുന്ന ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ എന്താ? വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈസി ടു ആൻസറുമാണ്. കാരണം ഞാൻ ആക്ച്വലി ഒരു ഹയറിംഗ് ഇടയ്ക്ക് നടത്തിയപ്പോഴത്തേക്കും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി ചുമ്മാ കുറച്ച് മെൻറ്റേഴ്സിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് എൻഡിലേക്ക് നോക്കി. അപ്പം ഇവിടുത്തെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മെൻറ്റർ അവിടെ ഇൻ്റർവ്യൂവിന് വന്നിട്ട് ഒരു കാര്യം ചോദിച്ച് ബേസിക് ലെവൽ മാർക്കറ്റിംഗ് ക്വസ്റ്റ്യൻസ് പോലും ഇയാൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ ആലോചിച്ചു, കാരണം ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ, ഞാൻ നോട്ട് സെയിങ് ദ നെയിം, ഇയാൾക്ക് അറിയില്ല. ഒരു എന്താ പറയുക, പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല. ഒരു അവയർനെസ് ക്യാമ്പയിനും എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇയാൾക്ക് അറിയില്ല. കാരണം ബേസിക് ലെവലാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന പോലെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് അതിൻ്റെ കുറയ്ക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ഹിന്ദിക്കാർ മുമ്പ് എന്ത് ചെയ്യണം, ഇതൊന്നുമല്ല വെച്ച് ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ പോലും ഇവർക്ക് അറിയില്ല. അപ്പം നമ്മളുടെ അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇഫ് യു വാണ്ട് ടു ബി ദ ബെസ്റ്റ് യു ഷുഡ് ലേൺ ഫ്രം ദ ബെസ്റ്റ്. ഇപ്പം റോൾ എന്ന് പറയുന്ന ആൾ AI എന്ന് പറഞ്ഞാൽ ഇപ്പം 16 വയസ്സുള്ള പ്രൊഡിജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും കൺട്രീസിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടെഡെക്സ് സ്പീക്കറാണ്, ഹീ ഈസ് ഡൂയിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ആ ആളാണ് AI ടൂൾസ് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പം ഹീ ഈസ് മേക്കിംഗ് ദ എമൗണ്ട് ഓഫ് മണി എ 16-year-old ഈസ് മേക്കിംഗ് എന്ന് പറയുന്നത് ഇൻസൈനാണ്. കാരണം ഐ ലിറ്ററലി നോ ഹൗ മച്ച് മണി ഈസ് ഈ മേക്കിംഗ്. ലൈക്ക് വി ഹാഡ് എ പോഡ്കാസ്റ്റ്. അപ്പം റോൾ സംസാരിക്കുമ്പോഴത്തേക്കും ഹീ ഈസ് ലൈക്ക് pretty good at marketing. Yeah, he is. He is pretty good. He knows to sell himself very 100%, well. 100%. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യം, മോനെ ഞാൻ മാർക്കറ്റിങ്ങിലെ ഏറ്റവും വലിയ ആൾ ഞാനാണെന്ന് വിചാരിച്ചത്, പക്ഷെ നിൻ്റെ മുന്നിൽ ഞാനല്ല. കാരണം അവൻ അത്രയും ഈ സെൽസ് ഹിംസെൽഫ് അത്രയും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ. ഈസ് ലൈക്ക് പ്രീറ്റി ഗുഡ്. അപ്പം ഒരു അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ഒരു 16-year-old ആണ് ഇവരെ പഠിപ്പിക്കുന്നത്. സോ വി ഹാവ് ദിസ് കൺസെപ്റ്റ്. ഇപ്പം ഫൈനാൻസിൽ വരികയാണെങ്കിൽ ഇപ്പം നമ്മൾ വി ഹാവ് ദിസ് ഫോറക്സ് ഫണ്ടഡ് അക്കൗണ്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരേ കമ്പനീസ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ദർ ആർ സം ടെസ്റ്റ്. അപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാവാമെങ്കിൽ കാശ് കൊടുക്കുന്ന ആൾക്കാർക്കാവുമല്ലോ. അപ്പം അത് പാസ്സാവണം. അപ്പോൾ അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ ഫണ്ടഡ് അക്കൗണ്ട്സ് പാസ്സായി ഫണ്ടഡ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും ഇവിടെ കുറേ ഏറ്റവും കൂടുതൽ സ്കാമി തിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിപ്പിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും സർട്ടിഫൈഡ് RI ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സോളിഡ് PN ആൾക്കാരാണ്, ഇത്ര വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാരാണ്.
അപ്പം ഓരോ കാര്യത്തിലും റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളവരെയാണ് നമ്മൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്. രേണുവിൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ദേവാസിസ് ഗായ് വന്നിട്ട് പറയുന്നത് ഒരു ബിസിനസ് ചെയ്യാത്ത ഒരാൾക്കും ഒരു ബിസിനസ് കോച്ച് ആവാൻ പറ്റും, അല്ലെങ്കിൽ എന്താ മെസ്സിയുടെ കോച്ചിന്, അങ്ങനെ ഒരു കഥ പറയുന്നൊരു കാര്യം. പക്ഷേ വാട്ട് ഇഫ് ഒരു 100 ബിസിനസ് അല്ലെങ്കിൽ പല ബിസിനസ്സുകളും അസോസിയേറ്റ് ചെയ്ത് സ്വന്തം ബിസിനസ് തന്നെ ലെറ്റ്സ് കൺസിഡർ, ഇപ്പം ഇന്ത്യയുടെ കാര്യം പറയണ്ട, പുറത്താണെങ്കിൽ 100 മില്യൺ 200 മില്യൺ 500 മില്യൺ അങ്ങനെയാണ് ബിസിനസ് സെല്ലാവുന്നത്. അപ്പം അത്രയും സെല്ല് ചെയ്ത ഒരാൾക്കാണോ പഠിപ്പിക്കാൻ പറ്റുക, അതോ ബിസിനസ് ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരാൾക്കാണോ പഠിപ്പിക്കാൻ പറ്റുക? പുസ്തകത്തിൽ ലൈക്ക് ദാറ്റ്സ് മൈ ബിലീഫ്. ഞാൻ മറ്റേ ആളെ വിശ്വസിക്കുള്ളൂ, ചെയ്ത ഒരാളെ, ചെയ്ത് ഫെയിലായി സക്സസ്ഫുൾ ആയ അങ്ങനത്തെ ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. കാരണം ഞാനിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ബിസിനസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ പറയുന്നത് ദിസ് ഈസ് വെയർ ഐ ഫെയിൽഡ്. ഞാൻ നേരത്തെ അതാ പറഞ്ഞ കാര്യം, ഞാൻ എന്നെ എക്സ്പോസ് ചെയ്യും. ഞാൻ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ഓൺ ദ വേ പഠിച്ച ആളാണ്. ഇപ്പോഴും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ ഐ ആം സ്റ്റഡിങ് എവറി ഡേ. ഇപ്പം ഞാൻ ഒരു ദിവസം എൻ്റെ ഒരു 4 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കും. അപ്പോൾ വേക്കപ്പ് എൻ്റെ ഫസ്റ്റ് 4 hours എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കില്ല, ഒന്നും ചെയ്യത്തില്ല, ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഒരു റെയർ ബ്രീഡായി ഞാൻ താങ്കളെ കണക്കാക്കുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് ഫോൺ നോക്കാത്ത, വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുള്ള ഒരാളാണ് അപ്പോൾ സുബിൻ. ഞാൻ എൻ്റെ സ്റ്റാഫിനോടും പറയുന്ന ഒരു കാര്യം, മോർണിംഗ് എന്നെ വിളിക്കരുത്, 11 മണിക്ക് ശേഷം മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ, അല്ല എന്നെ വിളിക്കരുതെന്ന് പറയും. കാരണം എൻ്റെ മീറ്റിംഗ്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളായിക്കോട്ടെ പോസ്റ്റിൽ പോകണം. ഐ ലേൺ എവറി ഡേ. കാരണം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ പല്ല് തേക്കില്ലേ, നമ്മൾ കുളിക്കുക. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത് എന്താ, പല്ല് തേക്കും, നമ്മൾ വാഷ്റൂമിൽ പോകും, കുളിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. അപ്പം ഇതേ കാര്യം ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് വിഷമം വരുമ്പോഴോ, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുമ്പോഴോ, ദേഷ്യം വന്നിരിക്കുമ്പോഴോ, ആൾക്കാർ പറയുന്ന റീസൺ, ഇന്ന് വിഷമമായിട്ട് എനിക്ക് മൂടില്ല. ആൾക്കാർ പല്ല് തേക്കാതിരിക്കുന്നുണ്ടോ, വാഷ്റൂമിൽ പോയിരിക്കുന്നുണ്ടോ? സോ ഇറ്റ്സ് എ ബേസിക് തിങ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്ത ഇത് ഞാൻ ഡേ 1 തൊട്ട് ചെയ്തൊരു കാര്യമല്ല. കുറേ കാലം ഞാൻ ചെയ്യാൻ നോക്കി, പിന്നെയും ഫെയിലായി, ഇങ്ങനെ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ലൈക്ക് എ സിസ്റ്റം നൗ. കാരണം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, വാഷ് ചെയ്യുന്നു, ഈ പറഞ്ഞ മോർണിംഗ് റൊട്ടീൻ പരിപാടി ഒന്നും ചെയ്യുന്നില്ല, ഐ ഗോ ടു വർക്ക്. ഞാൻ നേരെ പോയി പഠിക്കും. ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. എൻ്റെ പല്ലുതേപ്പ് പോലാണ് ഈ പഠനം എന്ന് പറയുന്ന ഒരു സംഭവം പോകുന്നത്. സോ ഒരു അപ്ഡേറ്റഡ് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പം ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് വൈ ഡിഗ്രിയിലേക്ക് വരുവാന്ന് വിചാരിക്കാം. എനിക്കറിയത്തില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന് വിചാരിക്കാം. ഓഫ് കോഴ്സ് എനിക്കിത് വേണമെന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി, പക്ഷേ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ഞാൻ വൈ ഡിഗ്രിയിലേക്ക് വരുമ്പോൾ എൻ്റെ സ്റ്റേജസ് എന്താണ്, എൻ്റെ സ്റ്റെപ്സ് എന്താണ്, എൻ്റെ മുന്നോട്ടുള്ള പാത എങ്ങനെയാണ്? സോ ഡേ 1 ഇത് നമ്മൾ 3 months ആയിട്ട് എടുക്കാം, 90 days. അപ്പം ഓരോ 30 days ആയിട്ട് തിരിക്കും. അപ്പം ഇതിൽ ഫസ്റ്റ് 30 daysലുള്ള ഒരു നമ്മളൊരു കഴിക്കലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൺസിസ്റ്റൻസി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഈ ഒരു കൺസിസ്റ്റൻ്റ് എഫേർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ ബിസിനസ്സിൽ വരുമ്പോഴത്തേക്ക് ഞാൻ വിശ്വസിക്കുന്ന കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് പഠിച്ചാലോ, സെയിൽസ് പഠിച്ചാലോ, ഈ ബുക്സ് കുറേ വായിച്ചാലോ, MBAയുടെ പുസ്തകങ്ങൾ പഠിച്ചാലോ, ഇതിലൊക്കെക്കാളുപരി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം നെവർ ഗീവ് അപ്പ് എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡാണ്. പിന്നെ പറയേണ്ടത് സ്ട്രെസ് ടോളറൻസ്. ഇതായിരിക്കും ഞാൻ ആദ്യം പറയുക. കാരണം ഇതൊക്കെ എല്ലാവരും പഠിപ്പിക്കത്തുള്ളൂ, പറയുള്ളൂ. പക്ഷേ ശരിക്കും റിയലി വാട്ട് കീപ്സ് യു ഗോയിങ്? ഐ ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. വാട്ട് കീപ്സ് യു ഗോയിങ്? അത് നീ പഠിച്ച കാര്യങ്ങളാണോ? ഈസ് ദിസ് യുവർ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്? അതാണോ? ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. കാരണം ഞാൻ ഫെയിൽ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയ ഒരാളാണ്. ഐ ബീൻ ഫെയിൽ ലൈക്ക് മെനി ടൈംസ്. അതിൽ നിന്നാണ് ഞാൻ സക്സസ്ഫുൾ ആയത്. ഐ കെപ്റ്റ് ഗോയിങ്. പിന്നെ പക്ഷേ ഇവിടെയുള്ള എല്ലാവരുടെയും അവസ്ഥ എന്ന് പറയുന്നത് ദേ വാണ്ട് എവറിത്തിങ്, പക്ഷേ ദേ ആർ നോട്ട് വില്ലിംഗ് ടു ഫെയിൽ. അത് സിസ്റ്റത്തിന്റെ പിള്ളേർ വളർത്തുന്നത് തന്നെ അങ്ങനെയാണ്. നോ പറയില്ല, പിള്ളേർക്കെല്ലാം കൊടുക്കും. സ്റ്റുഡൻസ് ആർ നോട്ട് യൂസ് ടു പെയിൻ. ദാറ്റ്സ് എ മെയിൻ തിങ് ഐ സേ. കാരണം ഇപ്പം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ ഐ തിങ്ക് രേണു എനിക്ക് 2006 തൊട്ട് ഈ ഒരു ഫീൽഡിലുള്ള ഒരാളാണ്. 2006 ഒരു മീഡിയ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴത്തേക്കും രേണു അനുഭവിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരിക്കും, എന്തൊക്കെ പ്രഷർ ഫ്രം ദ സൊസൈറ്റി, ഫ്രം യുവർ പേരൻസ്, അതായിരിക്കും എനിക്ക് ഊഹിക്കാം. സ്വന്തം ട്രോമ പോരാ, മറ്റൊരു ട്രോമ എങ്കിലേ നമുക്ക് പോയിന്റ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പം ഇത് ഫേസ് ചെയ്തു അല്ലെങ്കിൽ ഓവർകം ചെയ്തതാണ് രേണുവിൻ്റെ കോൺഫിഡൻസ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു സ്റ്റുഡൻറ്റ് പോലും ഒരു പെയിൻ അറിഞ്ഞിട്ടില്ല. ദേ കാൺ ഹാൻഡിൽ പെയിൻ. പീപ്പിൾ കാൺ ഹാൻഡിൽ പെയിൻ. അതാണ് ഏറ്റവും വലിയ ആൾക്കാരുടെ വീക്ക്നെസ് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം ഇഫ് എനിബഡി വാണ്ട്സ് ബി എൻ ഓണ്ടർപ്രണർ ഓർ എ ബിസിനസ്മാൻ, ഞാൻ ആദ്യം പറയുന്നത് ദേ ഹാവ് ടു ഹാൻഡിൽ. അവർക്ക് ഒരു ട്രോമാറ്റിക് പാസ്റ്റ് വേണമെന്ന് ഞാൻ പറയും. ട്രോമാസിൻ്റെ ഒരു പാസ്റ്റ് വേണമെന്ന് പറയും. ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറയും. ദേ ഷുഡ് ഹാവ് ബീൻ ത്രൂ എ ലോട്ട് ഓഫ് പെയിൻ ഞാൻ പറയും. ഇതാണ് ഒരു ഓണ്ടർപ്രണർ ക്വാളിറ്റി. ഐ എം സെയിം ഇറ്റ് ഔട്ട് ലൗഡ്. കാരണം ഇപ്പം ഞാനൊരു സക്സസ്ഫുൾ ഓണ്ടർപ്രണർ, ഇപ്പം ഞാൻ വലിയ സക്സസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കില്ല. പക്ഷേ ഞാൻ എത്ര വലിയ ഓണ്ടർപ്രണർ ആയാലും എൻ്റെ മെയിൻ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അല്ലാതെ ഞാൻ ഈ മോർണിംഗ് റൊട്ടീൻ ചെയ്തു, ഞാൻ ഇത്ര ബുക്ക് വായിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇത്ര പഠിച്ചു, ഇങ്ങനെ കുറേ സ്കാംസ് ആൾക്കാർ പറയും. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നിങ്ങൾ സക്സസ്ഫുൾ ആവും. അതെ, ട്രോമയാണ്. കാരണം നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ എൻ്റെ മെയിൻ മാനേജറായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ കമ്പനിയുടെ കോൺഫിഡൻസ് അൺലെസ് ആൻഡ് അണ്ടിൽ ഐ ആം ബ്രീത്തിങ് ഈ കമ്പനി ഉണ്ടാവും.
ഇതാണ് എൻ്റെ കൂടെ ഇരിക്കുന്നവരാണല്ലോ എല്ലാവർക്കും ഉള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമായിരിക്കും. കാരണം ഇത് സംഭവം പറയാൻ കാര്യം ഇതിലും വലുതൊക്കെ ഡീൽ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ, അതിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഞാൻ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. അപ്പം കമ്മിങ് ബാക്ക് ടു ദ തിങ്സ്, അപ്പം നമ്മുടെ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്കും ഞാൻ സ്റ്റുഡൻസിനെ ആദ്യം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതാ. അപ്പം ഇവർ അറിയേണ്ട കാര്യം ഇതാ, റിയാലിറ്റി സൈഡ് അറിയേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദർ ഇസ് എ ലോഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗോയിങ് ഓൺ, അല്ലെങ്കിൽ ഫ്ലെക്സുകളുണ്ട്. ഈവൻ എൻ്റെ ആണെങ്കിലും ഐ ഡു സംതിങ് ഓൾ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്, ഐ ഡു ദാറ്റ്. അപ്പം ഇത് കണ്ടിട്ട് വരുമ്പോൾ ഇവരുടെ വിചാരം ഇത് സിമ്പിളാണെന്നാ. ഞാനിവരെ ആദ്യം പഠിപ്പിക്കുന്നത് ഇത് സിമ്പിളല്ല. ഞാൻ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു BMW മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ വർഷങ്ങൾ ഞാനൊരു വണ്ടി പോലും ഇല്ല നടന്ന്, ഇപ്പം ഞാൻ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു 100 രൂപ വണ്ടിക്കൂലി തരുന്നുണ്ടെങ്കിൽ ഞാൻ ബോഡി ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്. ആ 100 രൂപ ഞാൻ മാറ്റും മുട്ട മേടിക്കാനും ചിക്കൻ മേടിക്കാനും. എന്നിട്ട് ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലിഫ്റ്റ് അടിച്ചാൽ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഒരു 3 ലിഫ്റ്റെങ്കിലും എനിക്ക് അടിക്കേണ്ടി വരും. കാരണം ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ, അവിടെ വരെ ആയിരിക്കും ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുള്ളത്. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത കാറ്റഗറി ഓഫ് ആൾക്കാരുള്ളത്. എന്നിട്ട് കോളേജിൻ്റെ അവിടെ ജംഗ്ഷൻ കഴിഞ്ഞ് അകത്തോട്ട് പോകണമെങ്കിൽ അടുത്ത ലിഫ്റ്റ് മേടിക്കണം. ഇങ്ങനെയാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ഒരു 100 രൂപ മുട്ടയ്ക്ക് ലാഭിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള എൻ്റെ ചൈൽഡ്ഹുഡിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ഒരു ലെവലിലോട്ട് എത്തി. കാരണം അത് അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു പാസ്റ്റ് എനിക്കുണ്ട്. നിങ്ങൾ നിൽക്കുന്ന ആ സ്റ്റേജിലാണ്, എന്നിട്ട് അവർക്ക് ഇതിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാർഡ് ഗെയിം. പക്ഷേ അവിടെ ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇവിടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാനുണ്ട്. അല്ലെങ്കിൽ ഇത് എൻ്റെ വൈഡിക്ക് നമ്മളിത് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ എന്ത് സ്വപ്നമാണെങ്കിലും പറയുക. നിങ്ങളുടെ ഒരു ഡ്രീം പറയുന്ന ഒരു ആരെങ്കിലും ഒരുത്തൻ ഇവിടെ കളിയാക്കുവാണെങ്കിൽ എക്സ്പെൽ ചെയ്യും. ഇവിടെ എക്സ്പെൽ ചെയ്യുന്ന ഒരൊറ്റ പ്രൊസീജിയർ തരുള്ളൂ. ഒരുത്തനൊരു സ്വപ്നം പറയുന്നു, അത് കളിയാക്കുവാണെങ്കിൽ എക്സ്പെൽ ചെയ്യും. വിത്തൗട്ട് എനി ട്രീസ് എക്സ്പെൽ ചെയ്യും. ഇത് എല്ലാ സ്റ്റുഡൻസിനും ഞാൻ കറക്റ്റ് വാണിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വാട്ട് ഐ ബിലീവ് ഇൻ ഈസ് നമ്മുടെ നെറ്റ്വർക്ക് എഫക്ട്സ് എ ലോട്ട്. കാരണം ഇപ്പം എൻ്റെ ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നീ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞ് വീട്ടുകാർ പറഞ്ഞാൽ മതി, അവൻ്റെ എല്ലാ മോട്ടിവേഷനും പോയി. അപ്പം ഇതിനകത്ത് എനിക്ക് അങ്ങനെ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്നുണ്ട്. പീപ്പിൾ ഹൂ സപ്പോർട്ട് ഈച്ച് അതർ, പീപ്പിൾ ഹൂ ആർ ദെയർ ഫോർ ഈച്ച് അതർ. അപ്പം ഈ ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോഴാണെങ്കിലും നമ്മളിങ്ങനെ 3 ടാസ്ക് കൊടുക്കും. അവരേതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യുന്ന മേ ബി ഫൈനാൻസ് ആയിരിക്കാം, ഡ്രോപ്പ് ഷിപ്പിംഗ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ടാസ്കുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഫസ്റ്റ് മന്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹാബിറ്റ് ഫോർമേഷൻ എന്നുള്ളത്. കാരണം അത്ര ഇൻറ്റൻസീവായിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അവരെ പയ്യെ കൊണ്ടുവരിക. അത് വളരെ ചെറിയ, കാരണം അത് ഐ ഹാഡ് എ ഫൈറ്റ് വിത്ത് മൈ CPO. എനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അഗ്രസീവായിട്ട് ഓക്കെ എക്സിക്യൂഷനിലോട്ട് പോകും. അപ്പം ഇയാളെ പറഞ്ഞു സുബിൻ എല്ലാവരും ഇത് ചെയ്യത്തില്ല, സമയം കൊടുക്കണം, നമുക്ക് പയ്യെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഹി വാസ് റൈറ്റ്, അഡ്മിറ്റഡ്. കാരണം അതുകൊണ്ട് അവർ ചെയ്തു. ഇല്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യത്തില്ല. അതോടെ പതുക്കെ അവരെ ഒരു മാസം എത്തിച്ചു. അപ്പോഴത്തേനും നമ്മൾ തീരുമാനിക്കുമോ, ലൈക്ക് ഞാൻ എനിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഫിനാൻസ് ആണോ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണോ, നിങ്ങളുടെ കോഴ്സസ് അതൊക്കെ. ഇപ്പോൾ ഫൈനാൻസിൽ വരുന്ന ഒരാൾക്ക് ഈ ഒരു കരിക്കുലം നമുക്കുണ്ട്, എല്ലാവർക്കും ഉള്ള ഒരു കരിക്കുലം ഉണ്ട്. കാരണം ഫൈനാൻസിൽ വരുന്ന ഒരാൾ ഒരിക്കലും ഫൈനാൻസിൽ തന്നെ എക്സ്പെർട്ട് ആവണമെന്നില്ല. കാരണം ഇതിൽ സക്സസ്, ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ കോഴ്സിലും സക്സസ് റേറ്റ് വളരെ കുറവുള്ള കാര്യമാണ്. ഇപ്പം ഒരാൾ ഫൈനാൻസിൽ വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ട്രേഡിങ്ങിൽ തന്നെ പല ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ട്. ദർ ആർ ഇൻവെസ്റ്റേഴ്സ്, ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ സ്വിംഗ് ട്രേഡേഴ്സ്, ഇൻട്രാഡേ ട്രേഡേഴ്സ്, ഓപ്ഷൻ ട്രേഡേഴ്സ്, അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഇതിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ ഇവർക്ക് എന്ത് വേണമെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് ഇതിൽ സക്സസ്ഫുൾ ആവാനേ പറ്റത്തില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. അപ്പം ഇതിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ കൂടെ ബിസിനസ് ലെസൺസും പോകുന്നുണ്ട്. ദേ വിൽ ബി ഹാവിങ് അസൈൻമെൻറ്റ്സ്, ദേ ഹാവ് ടു ബിൽഡ് എ ബിസിനസ്. ഈ 3 മാസം കൊണ്ട് അവരൊരു ബിസിനസ് ബിൽഡിങ്ങിലോട്ട് എത്തണം. ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. കാരണം ഇവർ ഫെയിൽ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഞാൻ അവരോട് പറയുന്ന കാര്യം, അവർക്ക് ഐഡിയ കിട്ടുന്നില്ല എന്നാണ് പൊതുവെ ഒരുപാട് പേര് പറയുന്നത്. യു സെലക്ട് എനിത്തിങ് യു വാണ്ട്. നിങ്ങൾക്കിത്, ചില ആൾക്കാർക്ക് പാഷനേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും, എനിക്കിങ്ങനെ ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞ് ക്ലാരിറ്റി ഉള്ളതുണ്ട്, ബാക്കിയുള്ളവർക്ക് അതില്ല. ഞാൻ പറയും സെലക്ട് എനി ബിസിനസ്. പക്ഷേ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബ്രാൻഡിങ്ങിൻ്റെ ക്ലാസ് എടുക്കുന്നു, മാർക്കറ്റിംഗ് ക്ലാസ് എടുക്കുന്നു, കോണ്ടന്റ് ക്രിയേഷൻ ക്ലാസ് എടുക്കുന്നു. ഇവരിത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഇവർ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഇവർ പഠിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം അതിൽ എനിക്കൊന്ന് 2 വീക്സ് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും 18 ഇയർ ഓൾഡ്സ് ബിൽഡിംഗ് ബിസിനസ് നമ്മുടെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ആഡ് ഏജൻസി, കാരണം ആഡ് ഏജൻസി തുടങ്ങിയ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഹി നോസ് എ വീഡിയോഗ്രാഫർ. അവനൊരു ഫ്രണ്ട് ഉണ്ട് വീഡിയോഗ്രാഫർ, അവന് ഷൂട്ട് ചെയ്യാനറിയാം. ഇവനാണെങ്കിൽ ഇത് കാര്യങ്ങൾ പറയാനറിയാം, എഡിറ്റ് ചെയ്യാനറിയാം. ഇത്രയും തുടങ്ങി. അപ്പം ഇവിടെ ബാക്കിയുള്ള സ്റ്റുഡൻസിനോട് നമ്മൾ പറയുന്ന കാര്യം, ഒരാൾക്ക് സംസാരിക്കാൻ അറിയാം. അപ്പം ഞാൻ പറയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഏജൻസി തുടങ്ങിയ അതിൻ്റെ ഒരു സാധനം. അപ്പം ഞാൻ പറയും അവന് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവന് മാർക്കറ്റിംഗ് സൈഡ് അറിയില്ല, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് അറിയത്തില്ല, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഒരു മീറ്റിലാണ് നമ്മൾ ചോദിക്കും, ഇവിടെ ആരുണ്ട് വീഡിയോ എഡിറ്റിംഗ് അറിയാം, നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അതെ, ഞാൻ അവനോട് പറയും ലൈവായിട്ട് പിച്ച് ചെയ്യും, അയാളെ കൺവിൻസ് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ക്ലാസ് പോകുന്നത്. ഇയാളെ കൺവിൻസ് ചെയ്യും എന്തിന് കമ്പനി ജോയിൻ ചെയ്യണമെന്നും അയാൾക്ക് എന്ത് കിട്ടുമെന്നുള്ളത് കൺവിൻസ് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ടീമിനെ ഞാൻ ഉണ്ടാക്കും ഈ സ്റ്റുഡൻസിന്. എൻവയോൺമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് എല്ലാവർക്കും ഒരേ ആറ്റിറ്റ്യൂഡ് ആണല്ലോ. അതെ, ഓക്കെ, ഓ ദാറ്റ്സ് ഗുഡ്. സോ ദേ ആർ ഡൂയിങ് സെയിൽസ്. കാരണം ഒരാളോട് പിച്ച് ചെയ്യുക, കാരണം കുട്ടികളാ
ഇവിടെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൾച്ചർ അതാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്തൊരു കമ്മ്യൂണിക്കേഷൻ സൈഡ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാരുടെ മുന്നിൽ സംസാരിക്കാൻ എല്ലാവർക്കും പേടിയാണ്, പബ്ലിക് സ്പീക്കിംഗ് എല്ലാം. അപ്പം ഞാൻ ചെയ്ത ഒരു മൈക്രോ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ മീറ്റിൽ നമ്മളൊരു ക്ലാസ്സിലാണെങ്കിൽ പോലും വീഡിയോ ഓണാക്കി സംസാരിക്കാൻ പോലും കുട്ടികൾക്ക് പേടിയാണ്. അപ്പം വെച്ചിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഓണാക്കി എല്ലാവരോടും സംസാരിക്കണം. ഹാഡ് എ സ്റ്റുഡൻറ്റ് ഇവിടെ നമ്മുടെ ടീമിൽ വരെ കയറിയിട്ടുള്ള ആളുണ്ടായിരുന്നു. അപ്പോൾ ആൾ ആദ്യത്തെ ഒരു ഇതിൽ വീഡിയോ ഓണാക്കി സംസാരിക്കാൻ ഇങ്ങനെ സംസാരിച്ച് ആൾ വേഴ്സ് ലൈക്ക് ആൻ അമേസിങ്, എന്താ പറയുക, അത്രയും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, കോണ്ടന്റ് ക്രിയേറ്ററായി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അപ്പം ഇവരുടെ ആണെങ്കിലും നമ്മൾ അസോസിയേറ്റ് ചെയ്യിക്കുന്നത്. അപ്പം ഒരാൾക്ക് എന്തായി ബിസിനസ് പിച്ച് ചെയ്യാൻ പഠിച്ചു, ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അപ്പം ഞാൻ പറയും ഇങ്ങനെയാണോ സെല്ല് ചെയ്യുന്നത്, അപ്പോൾ ഇത് പറ. അപ്പോൾ അങ്ങനെ ബാക്കി ഇത്രയും പേര് കേട്ടോണ്ടിരിക്കുക, അടുത്ത ആളിലേക്ക് പോകും. അപ്പം അവർ മാർക്കറ്റിംഗ് സൈഡിലായിരിക്കും പറയുന്നത് ആൾക്ക് എന്ത് ഗുണം കിട്ടും എന്നുള്ളത് പറ. അപ്പം അതവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി വിൻ ഫോർ ബോത്ത് ഓഫ് ദ ടീംസ്. കാരണം ഇവിടെ ഉള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഉടുത്തിനെ വലിപ്പിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും, പണി കൊടുക്കുക, ഈ ഒരു സംഭവം. ഞാൻ നന്നായില്ലെങ്കിൽ അവന് നന്നാവണ്ട, ഞാൻ നന്നായാലും അവൻ നന്നാവണ്ട. അതെ ഇതാണ് സംഭവം. പക്ഷെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ ഡിഫറെൻറ്റാണ്. അപ്പോൾ ഈ ഫസ്റ്റ് മന്ത് കഴിഞ്ഞാൽ എനിക്കൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ. അപ്പോൾ പിന്നീട് അതായത് അവിടെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പഠിപ്പിക്കുന്നുണ്ട്, AI ടൂൾസ് യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പിന്നത്തെ ഈ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം എക്സിക്യൂഷനിലേക്ക് പോകും. എക്സിക്യൂഷൻ മന്ത് എന്ന് പറഞ്ഞാൽ ഒരു എന്താ അവരെ തന്നെ റിയലൈസ് ചെയ്യാന്നുള്ളൊരു സംഭവം. കാരണം വി ടേക്ക് ഫീഡ്ബാക്സ് എവരി 15 days നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. ഈ ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് എന്താ പറ്റും, കാരണം വി കീപ്പ് ഓൺ ഇംപ്രൂവിങ്. കാരണം നമുക്കൊരു ഫസ്റ്റ് ടൈം തിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി മാത്രം ഒരു ടീമുണ്ട്. അപ്പം ഇവരുടെ 15 days എടുക്കും, 30 days എടുക്കും, എല്ലാവരുടെയും എടുക്കും. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഓരോ രീതിയിലായിരിക്കും വരിക. ചിലർക്ക് 15 days കിട്ടുന്ന സാധനം ചിലർക്ക് 45 ദിവസത്തിലാണ് കിട്ടുന്നത്. ചില സ്റ്റുഡൻസിന് ഈ സാധനം വർക്കാവാത്തവരുമുണ്ട്, കണക്റ്റാവാത്തവരുമുണ്ട്. അപ്പോൾ എല്ലാ കേസുകളും നമുക്കുണ്ട്. അപ്പം 30 days ആകുമ്പോഴത്തേക്കും ഇവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സെക്കൻഡ് മന്ത് ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അവർ സീരിയസ് ആയിട്ട് ഇതിലൊരു ആപ്ലിക്കേഷൻ ലെവലിലോട്ട് പോകും. തേർഡ് മന്ത് ആകുമ്പോഴത്തേക്കും ഹാർഡ് കോർ എക്സിക്യൂഷൻ, ദാറ്റ്സ് വെയർ ദേ മേക്ക് മണി. അപ്പോൾ ഞാനത് ചുരുക്കി ചോദിക്കട്ടെ, കുറച്ച് പാഷനേറ്റും കൂടി ആയിട്ടുള്ള, കുറച്ച് ക്ലാരിറ്റിയും കൂടി ഉള്ള ആൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ട്രഡീഷണൽ രീതികൾ പിന്തുടരാതെ ഡിഗ്രി പോലൊരു സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് എനിക്ക് പാർട്ട്ണർഷിപ്സ് കിട്ടും, എനിക്ക് ബിസിനസ്സിലെ എക്സ്പീരിയൻസ് കിട്ടും, അവിടെ ഒരു ടീം എനിക്ക് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ലേൺ ദ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ടീം ബിൽഡിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം ഈ ഒരു പ്രോസസ്സിൽ പഠിച്ചു. പറയുമ്പോൾ എന്തുണ്ട്, സിമ്പിളാണ്. നമ്മളൊരു ഗൂഗിൾ മീറ്റിൽ ഒരു ക്ലാസ്സിൽ നിന്ന് ചുമ്മാ ഓക്കെ നീ നിൻ്റെ ബിസിനസ് ഐഡിയ പിച്ച് ചെയ്തിട്ട് അവനോട് നിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ, അവന് നീ എത്ര കൊടുക്കുമെന്ന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ. അപ്പം ഇവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ഒരു സെയിൽസിൻ്റെ ഒരു ഇതിലോട്ട് വരികയാണ്. അറ്റ് ദ സെയിം ടൈം നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ടീം ഫോർമേഷൻ നടക്കുന്നുണ്ട്. അവിടെ ഒരു ലീഡർഷിപ്പ് ഒരാൾ എടുക്കണം, ഒരാൾ അക്കൗണ്ടബിലിറ്റി എടുക്കണം. അതായത് ഇതുപോലെ സ്കൂളിൽ ചെയ്യുന്നില്ല, ഇത്രയും സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യം സ്കൂളിൽ ചെയ്യുന്നില്ല. നമ്മളറിയാതെ ഒരുപാട് ബിസിനസ്സുകാർ, കാരണം നമ്മുടെ പ്രസന്റ് സിസ്റ്റത്തിൽ ഓൺടർപ്രണേഴ്സിനെ നമ്മൾ വളർത്തുന്നില്ല. കാരണം അങ്ങനെ ഒരു സിസ്റ്റം ഒരു സ്കൂളിലും ഇല്ല. നമ്മൾ ഇത് കഴിയുന്നു, നമുക്ക് ക്രാക്ക് ചെയ്യാൻ, എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള പഠിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. 10ൽ എല്ലാ A+ മേടിക്കുക, അതിനുശേഷം പോവുക, നീറ്റ് IITG എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രാക്ക് ചെയ്യാം. പക്ഷേ ഡിഗ്രി ചെയ്യുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ക്രിയേറ്റിംഗ് ഓൺടർപ്രണേഴ്സ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബിസിനസ് വി ആർ ടീച്ചിങ് പീപ്പിൾ ഹൗ ടു മേക്ക് മണി. ദാറ്റ്സ് എ മെയിൻ തിങ്. ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓൺടർപ്രണർ ആവത്തില്ല, ബട്ട് വി ആർ ടീച്ചിങ് പീപ്പിൾ ഹൗ ടു മേക്ക് മണി. എൻഡ് ഓഫ് ദി ഡേ കാരണം വിത്തൗട്ട് മണി, കാരണം ആൾക്കാർ പറയും പൈസയാണോ വലിയ കാര്യം. ഷാറുഖ് ഖാൻ ഏറ്റവും നല്ലതായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡോണ്ട് ബിക്കം എ ഫിലോസഫർ until you are rich. ഈ പറഞ്ഞ പോലെ പൈസ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലം ഇല്ല. ഇതിനകത്തിൽ കമൻറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടോ ഇത് ഷോർട്ട് ഫോമിൽ പോയാൽ. പക്ഷേ എന്നാലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരോഗ്യം, ബന്ധങ്ങൾ, പൈസ. 3 most important things in life is, first thing is health, second thing is our family, our relationships, third thing is money. You know anything else other than that which is important? ഇത് ഹെൽത്തും ഫാമിലിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസയ്ക്ക് മേടിക്കാൻ പറ്റാത്ത ഒന്നുകൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അതുണ്ടെങ്കിൽ പിന്നെ പൈസ കൊണ്ട് എന്തും നടക്കും. അതെ, ഈ പറഞ്ഞ പോലെ നമ്മൾ റോൾസ് റോയ്സിലിരുന്ന് കരയുന്നത് സൈക്കിളിലിരുന്ന് കരയുന്നതിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ്. ഇത് പറയുമ്പോഴും ഇതിന് കമന്റ് ഇടാൻ ആൾക്കാരാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ചോദിക്കട്ടെ, പൈസ ഇമ്പോർട്ടൻ്റ് അല്ല, പൈസ ഇല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ല എന്ന് പറയുന്ന ഒരാളുടെ ഒരു സിറ്റുവേഷൻ ഞാൻ ചോദിക്കാം. അയാളുടെ അമ്മ സീരിയസ് ആയിട്ടൊരു മേ ബി വാട്ടെവർ ഒരു സിറ്റുവേഷൻ വന്ന് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇമീഡിയറ്റ് ആയിട്ട് സർജറി വേണം, ഇത്ര പൈസ വേണം. അവൻ്റെ പൈസ ഇല്ല, അവൻ്റെ അമ്മ മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ വേസ്റ്റ് കേസാണ് പറയുന്നത്. അവൻ ജീവിതത്തിൽ പിന്നെ പറയുമോ പൈസയ്ക്ക് കാര്യമില്ലെന്ന്? കാരണം പൈസയുടെ ആവശ്യം അറിഞ്ഞിട്ടില്ല. വെറുതെ വീട്ടിലിരിക്കുന്ന അല്ലെ കാശുള്ള വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് പൈസയുടെ ആവശ്യമില്ല. പക്ഷേ വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ അവർ ഫാമിലി, അല്ലെങ്കിൽ വി ഹാവ് ടു പ്രൊവൈഡ് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ഒരുപാട് പേരോട്. മൈ ഫാമിലി, അതുപോലെ എൻ്റെ ടീം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി, പിന്നെ സ്റ്റുഡൻസ് അവരുടെ ഫാമിലി, ഇത്രയും ആൾക്കാരോട് ഞാൻ അക്കൗണ്ടബിളാണ്.
this is what I believe in. I teach them how to make money. I teach them how to be leaders. I teach them skills. ഇതാണ് that's what we teach and that's what we are intending to do. കാരണം സ്കിൽസ് ആണ് ഏറ്റവും വേണ്ട കാര്യം. ഇപ്പോൾ ഈയിടത്തെ ഒരു ഡേറ്റ അനുസരിച്ച് ഐ തിങ്ക് UPS ഓൾമോസ്റ്റ് ഒരു 48,000 എംപ്ലോയീസിനെയാണ് ഫയർ ചെയ്തത്. ആമസോൺ ഓൾമോസ്റ്റ് 30,000. ഫയറിങ്ങേ നമ്മൾ അതെ, ഫയറിങ്ങേ കാണുന്നുള്ളൂ. ഈ ഫയറിങ് നടക്കുന്ന സമയത്താണ് ഇവരുടെ സ്റ്റോക്ക് പ്രൈസ് മുകളിലോട്ട് തന്നെ പോകുന്നുണ്ട്. കാരണം they are replacing people with machines and investors are supporting it. ഈ ഒരു സംഭവം ഉണ്ട്, ഈ ഒരു കേസ് അവിടെ നടക്കുന്നുണ്ട്. ബിക്കോസ് they don't have കാരണം ഈ 40,000 പേര് 50,000 പേരെന്ന് പറഞ്ഞാൽ 50,000 ഫാമിലീസാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പീപ്പിൾ. അപ്പം ഈ പറയുന്ന ഓരോ ആൾക്കാർക്കും അവരുടെ ഫാമിലീസിനെ ഫീഡ് ചെയ്യാൻ പറ്റണം. ഒരു ഫാമിലിയാണ് പോകുന്നത് ഒരാളുടെ ജോലി പോകുമ്പോൾ. വൈ? ബിക്കോസ് they don't have skill. നിങ്ങൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ ജോലികളും ഡിജിറ്റൽ ബിസിനസ്സുകളും ഒരുപാടുണ്ട്. അത് ആളുകൾ അറിയാത്തതുകൊണ്ടും കൂടെയാണ്. എവറിത്തിങ് ഇസ് അത് നോബഡി നോസ്. അപ്പോൾ എനിക്ക് വൈ ഡിഗ്രിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? വൈ ഡിഗ്രി ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് റൈറ്റ് ദിസ് നമ്പർ, അത്രയേ ഉള്ളൂ ഞാൻ പറയുന്ന കാര്യം. പക്ഷേ വൈ ഡിഗ്രി ജോയിൻ ചെയ്യേണ്ടത് ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇവിടെ പ്രത്യേകിച്ച് എന്താ ഒരു ഗെറ്റ് റിച്ച് ക്വിക്സ് ഗെയിമൊന്നുമില്ല. ഇവിടെ ഉള്ള സാധനം ഹാർഡ് വർക്ക്, അതാണ് റിയാലിറ്റി. അല്ലാതെ ഇവിടെ ജോയിൻ ചെയ്തുകൊണ്ട് കാശുകാരാവുമെന്നും പറഞ്ഞ് ആരും ഇവിടെ വരരുതെന്ന് ഞാൻ പറയുള്ളൂ. അത് പണിയെടുത്ത് കഷ്ടപ്പെടണം. ഇവിടെ വന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കുക. നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3 മന്ത് കോഴ്സിൽ 3 മന്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ 10,000 രൂപ ഉണ്ടാക്കുന്ന ലെവലിലെത്തുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം. കാരണം ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും അത് ചെയ്യുന്നില്ല. സോ ബേസിക്കലി എനിക്ക് അത് ക്രാക്ക് ചെയ്യാൻ നോക്കി ഐ വിൽ ബി ദ ബിഗ്ഗസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ അല്ല അക്രോസ് ദ വേൾഡ് എന്ന് ഞാൻ പറയും. കാരണം 3 മാസം കൊണ്ട് 10,000. കാരണം വി ആർ എക്സ്പാൻഡിങ് ആസ് വെൽ. വി ആർ എക്സ്പാൻഡിങ് ഓൺ എ ലാർജ് സ്കെയിൽ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് കേരള യൂണിവേഴ്സിറ്റി എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ലേ വേണ്ട, വൈ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി ഞാൻ ഈ മൂളിൽ ഞാൻ കളിച്ചത്. സോ ബേസിക്കലി നമ്മളിപ്പം വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് കോളേജസ്, വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എക്സ്പീരിയൻസ് സെൻറ്റേഴ്സ്. അപ്പം വി ആർ ബ്രിങ്ങിങ് ഇൻ ദ ബെസ്റ്റ് പീപ്പിൾ. അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് പാർട്ണർ ചെയ്യുന്നുണ്ട്, കുറച്ച് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഓൺ ബോർഡ് ആയിട്ടുണ്ട്. ആൻഡ് വി ആർ ഓൾസോ ടാർഗറ്റിംഗ് സർട്ടൻ കോളേജസ് ആസ് വെൽ. കാരണം ഇവിടെ കോളേജസ് ഒരുപാട് പൂട്ടി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് അസ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വിഷനിൽ വിശ്വസിച്ച്, കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യില്ല ആൾക്കാരെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ നീഡ് മണി, ഐ നീഡ് മാൻ പവർ ടു എക്സ്പാൻഡ് ദി ബിസിനസ്. സോ ഈ ഒരു കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രോമയുണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനെയും ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ്സ് എ ബിഗ് തിങ്. കാരണം ഐ ഡോണ്ട് കം ഫ്രം എ എന്താ പറയുക വലിയ റിച്ച് ഫാമിലി ഒന്നുമല്ല. ഐ എം കമ്മിങ് ഫ്രം എ ബേസിക് മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പം ഇതിൻ്റെ ഒരു വിഷൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഐ ആം കോമ്പീറ്റിംഗ് അഗെയിൻസ്റ്റ് ഓൾ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ മേ ബി ഇന്ത്യ, കേരള. കാരണം ഇത് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്, ദർ ആർ എ ലോഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ആർ അഗെയിൻസ്റ്റ് അസ്. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മേ ബി ത്രെറ്റ് കോൾസ് വരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രേണു വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ദർ ആർ ത്രെറ്റ് കോൾസ്, അതുപോലെ ഹെയ്റ്റ് ക്യാമ്പയിൻസ്, ഇങ്ങനെ പല കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഐ നോ ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്, ഐ കാൺട്ട് സേ ദ നെയിംസ്. അപ്പം ഇങ്ങനെ വരെ നടക്കുന്ന ഒരു സമയമാണിത്. ഇറ്റ്സ് ബിക്കോസ് ഐ തിങ്ക് ഇറ്റ്സ് വർത്ത് ടേക്കിംഗ്. ആ ഒരു റിസ്കിലേക്ക് ഇത് 3 മാസമല്ലേ ഒരാളുടെ ഇത്രയും വലിയ ജീവിതത്തിൽ ഒരു ഇച്ചിരി 3 മാസം മാറ്റി വെച്ചുകൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഇപ്പോൾ കോളേജിലോട്ട് പറഞ്ഞത് വി ആർ ഗോയിങ് ഫോർ 1 ഇയർ. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 4 ഇയർ എന്ന് പറഞ്ഞ കോഴ്സ് 1 ഇയറിലേക്ക് ആക്കുന്നു. വാട്ട് വി ആർ എയിമിങ് ഫോർ ഈസ് ഈ 1 ഇയർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ദേ ഷുഡ് ബി മേക്കിംഗ് അറ്റ്ലീസ്റ്റ് 1 lakh എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഓഫ്ലൈൻ ക്ലാസ്സസ്, കാരണം നേരത്തെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മൾക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഒരു വീക്ക്ലി ഒരു 2 days 3 days ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കിട്ടി കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള അത്രയും സമയമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിലിയുടെയും നോർമൽ സർക്കിളിൻ്റെയും കൂടെ. പക്ഷേ അവർ മാറിപ്പോവും. പക്ഷേ ഒരു 1 ഇയർ ഇവർ അവിടെ നിന്ന് പഠിക്കുക എന്നുള്ള അവരുടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, അവർക്ക് അവിടെ തന്നെ നിന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അത്രയും കൊടുക്കുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് അവർ ഇറങ്ങുമ്പോൾ ദേ ഷുഡ് സ്റ്റാർട്ട് ദെയർ ഓൺ ബിസിനസ് ഓർ ദേ വിൽ മേക്ക് 1 lakh. അത് എന്ത് മീഡിയ ആൾക്കാർക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ മാത്രമല്ല, ഒഫീഷ്യലി ഉള്ള കോഴ്സുകളാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പല ആൾക്കാർക്കും ഉള്ളവർക്ക് പല പല അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ദേ ഹാവ് എ ഗുഡ് ബിസിനസ് ഐഡിയ ആൻഡ് ഇഫ് ദെയർ ബിസിനസ് ഈസ് ഡൂയിങ് വെൽ, അവരെ ഓപ്പറേഷൻ സൈഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരെ ഫണ്ടിങ് സൈഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് വാട്ട് വി ആർ ട്രൈങ് ടു ബിൽഡ്. വി ആർ ട്രൈങ് ടു ബിൽഡ് ബിസിനസ്സസ്, വി ആർ ട്രൈങ് ടു ബിൽഡ് ഓൺടർപ്രണേഴ്സ് ആൻഡ് വി ആർ ട്രൈങ് ടു ബിൽഡ് സക്സസ്ഫുൾ പീപ്പിൾ. And we are also teaching you how to make money. How to make money, how to be skilled, how to face the world, how to face challenges, what should be your mindset. ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കാരണം മൈൻഡ് സെറ്റ് ഈസ് സംതിങ് ഐ ബിലീവ് ഇൻ ദ മോസ്റ്റ് റാദർ ദാൻ ഓൾ ദി എഡ്യൂക്കേഷൻ. കാരണം ഒരാൾക്ക് മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ദേ വോണ്ട് ബി സക്സസ്ഫുൾ. ആൻഡ് ഇവിടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യം നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് ഉണ്ടാകാൻ മതി, നെവർ ഗീവ് അപ്പ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ മതി. ഇറ്റ്സ് നോട്ട് എ റിച്ച് ക്വിക്ക് സ്കീം. നിങ്ങൾ 100% കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡിയാണ്, ഇങ്ങോട്ട് വന്നു, യു വിൽ മേക്ക് ടൺസ് ഓഫ് മണി ആൻഡ് ദർ ആർ പ്രൂഫ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ ദർ ഈസ് പ്രൂഫ്. കാരണം ഞാനൊരു ഐ റീഡ് യുവർ മെസ്സേജ്. ദിസ് കംസ് ഫ്രം എ 17-year-old. അപ്പം ആളുടെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഐ എം നോട്ട്
സേയിങ് ഹിസ് നെയിം. അപ്പം ആളുടെ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആളുടെ അമ്മുമ്മ എന്ന് പറയുന്നത് മറ്റേ നമ്മൾ ഈ മരിക്കുന്ന അവൻ കത്തിക്കത്തില്ലേ, അപ്പോൾ ഈ ഒരു സംഭവമാണ് ജോലി. അപ്പോൾ ഈ കുട്ടിയെ കുഞ്ഞിലെ തൊട്ട് എല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്ന ഇത് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്നോട് പേഴ്സണലി പറഞ്ഞു, സാർ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കളിയാക്കി, അതെനിക്ക് വിഷമമാണ്. ഒരു കുട്ടിയുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഏത് ലെവലിലാണെന്ന് ആലോചിച്ച് ഇതെനിക്ക് മാറ്റണം, ഇതെനിക്ക് മാറ്റി പറയിക്കണം എന്നുള്ളതാണ് ആ കുട്ടി എന്നോട് പേഴ്സണലി വന്ന് പറഞ്ഞ കാര്യം. അപ്പോൾ എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ അയച്ചു തരാം. I was having a pretty bad time in my life. I was very sad and mentally down for a couple of weeks. അപ്പോൾ I tried my best but nothing seems to work. Soon I came up with an answer. I did my analysis. The problem is me. അവൻ പറഞ്ഞ കാര്യം, even though I have dreams and for I was struggling, my mind was so fucked up and my home was become a comfort zone. അപ്പം ഇതിനകത്തിലെല്ലാം അവസാനം അവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടു പുട്ട് മൈസെൽഫ്, കുറേ ഉണ്ട് ഇത്, ഞാൻ സിമ്പിളായിട്ട് മൈസെൽഫ് ഇൻ ദ സിറ്റുവേഷൻ ലൈക്ക് ദിസ് ടു ചെക്ക് ഇഫ് ഐ ആം വർത്ത് ഇറ്റ് ഓർ നോട്ട്. ഐ ജസ്റ്റ് വാണ്ട് സേ ദാറ്റ് മൈ പോയിന്റ് ഈസ് ദാറ്റ് ഐ വിൽ മേക്ക് ഇറ്റ്. ഐ മൈറ്റ് റൈറ്റ് നൗ എ ലിറ്റിൽ ബാക്ക്വേർഡ് ബട്ട് ഐ വിൽ കം ടു ദ ഫ്രണ്ട് അഗെയിൻ ഇൻസൈഡ് വൈ ഡിഗ്രി ആസ് വെൽ ആസ് ഇൻ എവറി ആസ്പെക്ട്. I am expressing my feelings within less than a year, 6-7 months from now. I will be the most successful student inside Y degree and I will be the guy who make the most money and completely ahead of everybody. I just want to make sure you see this. I just know that I am here broken but not give up and will never. You're changing lives. Yeah, You're this ഒരു changing lives. 17-year-old ഇങ്ങനൊരു മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ലിറ്ററലി മെയ്ഡ് മൈ ഡേ. എനിക്കിത് ഹാപ്പിനെസ്. അല്ലാതെ ഇപ്പം ഇത്ര പൈസ വന്നു ഇങ്ങനെ ഐ ഡോണ്ട് കെയർ. കാരണം ഇപ്പം ഇത് പറയുമ്പോഴത്തേക്കും വൈ ഡിഗ്രി അങ്ങനെ വലിയൊരു പ്രോഫിറ്റബിൾ സംഭവം അങ്ങനെ ഒരു സംഭവത്തിലോട്ടല്ല. ഇപ്പം മേ ബി നോക്കുകയാണെങ്കിൽ വി ആർ സ്റ്റിൽ ഇൻ ലോസ് ഈ ഒരു സംഭവം. കാരണം എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ ബിസിനസ്സും ഐ ഡു ഇറ്റ് ഫോർ മണി, ബട്ട് വൈ ഡിഗ്രി ഈസ് നോട്ട് ഫോർ മണി, ഇറ്റ്സ് ഫോർ മൈ സോൾ. മേ ബി ഐ വാണ്ട് ടു ക്രിയേറ്റ് റെവല്യൂഷൻ. ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. ഇപ്പം വേറൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോഴ്സ് സെല്ലിങ് സ്കാംസിനെ പറ്റിയിട്ട് ഇവിടെ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ കോഴ്സ് സെല്ലിങ് സ്കാംസിൽ പറയുമ്പോഴത്തേക്കും ഇപ്പം ഐ ഡോണ്ട് വാണ്ട് എനി വൺ ടു ടേക്ക് ദിസ് കോഴ്സ്. ഇവിടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും നല്ല ആൾക്കാരാണ്, അവരുടെ എക്സ്പീരിയൻസ് പറയുന്നത്. ഐ ആം സമ്മൺ ഹൂ വാല്യൂസ് ടൈം മോർ ദാൻ മണി. കാരണം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം രൂപയുടെ ലെറ്റ്സ് സേ ഒരു ഫോൺ എടുക്കണം. അപ്പം അയാൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ചോദിക്കണ്ട. ആൾക്കാരുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്ക് എത്ര നാളെടുക്കും? ആക്ച്വലി അവർ മണി ഈസ് നോട്ട് ദ റിയൽ തിങ് ഇൻവോൾവ് ദെയർ. ഇത്ര സമയം വേണം അയാൾക്കാണ്. ഒരു 10,000 രൂപ ശമ്പളമുള്ള ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 10 മാസം വേണം 1 ലക്ഷം രൂപ ഉണ്ടാക്കാൻ. അതാണ് അയാളെ പേടിപ്പിക്കുന്ന കാര്യം. പക്ഷേ someone is making 1 lakh a day, here's my card, എന്നാ ക്യാഷ്, ഇത്രയേ ഉള്ളൂ. അപ്പം ടൈമാണ് ഇമ്പോർട്ടൻ്റ്. ആക്ച്വലി ടൈമിനെ മണിയെ തമ്മിൽ ആൾക്കാർ കൺഫ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഐ ആം സമ്മൺ ഹു ബിലീവ്സ് ഇൻ ടൈം മോർ ദാൻ മണി. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ഐ ഹാവ് സ്പെൻഡ് ലാക്സ് ഓൺ കോഴ്സസ്. ഞാൻ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളെ ഒരു മീറ്റിംഗ് ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് പിടിച്ച് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എടുത്ത് പോയിട്ടുള്ള ഒരാളാണ് ഫോർ എ ഡേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ ഒരാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, കാരണം ചെറിയ ഒരു വാക്കുകളിൽ പോലും ഞാൻ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഇൻവെസ്റ്ററായിട്ട് ഇരുന്നപ്പോഴത്തേക്കും നമ്മളൊരു കേരള ലെവലിലുള്ള ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇറ്റ് ടോൾഡ് മീ വൺ തിങ് ആൻഡ് അതെനിക്ക് ഭയങ്കര ഒരു ഹിറ്റ് കിട്ടി. ഇഫ് യു തിങ്ക് സ്മോൾ യു വിൽ സ്റ്റേ സ്മോൾ, ഇഫ് യു വാണ്ട് ടു ബി ബിഗ് തിങ്ക് ബിഗ്. കാരണം ഇത് ജസ്റ്റ് ഒരു സെൻറ്റൻസാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ പ്ലാൻ നേരെ മാറ്റി ഇപ്പോൾ ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാനായി വൈ ഡിഗ്രി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വി ആർ അക്വയറിങ് കോളേജസ് ദിസ് ഇയർ. കാരണം ഇത് നമ്മൾ മേ ബി ഒരു 3 year കഴിഞ്ഞിട്ട് ചെയ്യാൻ നിന്ന കാര്യമായിരിക്കും. വി ആർ അക്വയറിങ് കോളേജസ് ദിസ് ഇയർ. 1 year കോഴ്സസ് ആയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. വെയർ വി ടീച്ച് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്, ബിസിനസ്സസ് ദാറ്റ് മേക്ക് മണി ഇൻ ദ റിയൽ വേൾഡ്. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫിറ്റ്നസ്, ദേ വിൽ ബി ഹാവിങ് സർട്ടൺ കരിക്കുലംസ്, ദേ വിൽ ബി ഹാവിങ് ഡെയിലി സ്കെഡ്യൂൾസ് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു രീതിയിൽ ആൻഡ് ദേ വിൽ ബി ക്ലാസ് എടുക്കുന്നതിന് ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരായിരിക്കും. റെവല്യൂഷൻ. ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് റെവല്യൂഷൻ. ദാറ്റ്സ് ദ ഓൺലി തിങ് ഐ വാണ്ട് ടു ഡു. എന്തെങ്കിലും കൂടി പറയാനുണ്ടെങ്കിൽ ദിസ് ഇസ് യുവർ ടൈം. ദിസ് ഇസ് യുവർ ടൈം. എന്തെങ്കിലും അവസാനത്തെ ഓക്കെ, നേരത്തെ നമ്മൾ കോഴ്സ് സെല്ലിങ്ങിൻ്റെ ഇതിൽ പറഞ്ഞു പോയി. അപ്പം ഇതിൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെയും കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പം ഇതിൽ വരുന്ന ഒരാൾക്കാർ കോഴ്സ് സെല്ലിങ് സ്കാമാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സമയമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ 1 വർഷം 2 വർഷം യൂട്യൂബിൽ നോക്കി ഫ്രീ ആയിട്ടിരുന്ന് സമയം കളഞ്ഞ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ ഒരു 20,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് വരാൻ വയ്യ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യണ്ട. ഞാൻ ആരെയുണ്ട്, എൻ്റെ ഒരു കൺസെപ്റ്റ് ഇതാണ്. അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ മതി. അറ്റ് ദ സെയിം ടൈം ടോക്കിംഗ് അബൌട്ട് കോഴ്സ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്കാം നടക്കുന്നുണ്ട്. ഒരുപാട് കോഴ്സുകളിലൂടെ സ്കാം ചെയ്യുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ പറയുമ്പോഴത്തേക്കും ട്രേഡേഴ്സ് സ്കാമാന്ന് പറയും. ഇപ്പം ഈ പറയുന്ന പോലെ എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന പല ട്രേഡേഴ്സും സ്കാമാണ്.
ഇപ്പം ഈ വീഡിയോയ്ക്ക് വേണ്ടി ആരെങ്കിലും ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവന്മാരാണ് ഏറ്റവും വലിയ കള്ളന്മാരെന്ന് ഞാൻ പറയും. കാരണം അവർ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ആയിരിക്കില്ല പലരും ചെയ്യുന്നത്. ഇപ്പം പല ട്രേഡേഴ്സ് എന്തിനാ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ പോരെ, എന്തിനാ ഇൻസ്റ്റിറ്റ്യൂട്ട്? ഈ പറയുന്ന ട്രേഡ് ചെയ്ത് സ്കില്ലുള്ള പല ആൾക്കാരും, ദേ കം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. ഇവർ ഇത് ചെയ്യുന്നത് അവർക്ക് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. പല ആൾക്കാരും ഇപ്പം ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങുന്ന പല ആൾക്കാരും, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഇനിഷ്യലി തുടങ്ങിയ പല ആൾക്കാർക്ക് അവർക്ക് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ചെയ്ത ആൾക്കാരാണ്. കാരണം വിൽ ബി ഹാവിങ് 5 lakhs 10 lakhs, അത് വെച്ചിട്ട് നമ്മൾ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാകും. പക്ഷേ നമുക്ക് ഇപ്പം ഒരു 1 CR അല്ലെങ്കിൽ 2 CR പോകണമെങ്കിൽ ഐ തിങ്ക് ലോട്ട് ഓഫ് ട്രേഡേഴ്സ് ഔട്ട് ദെയർ ക്യാൻ റിലേറ്റ് ദിസ്. കാരണം അവർക്ക് വേറെ ഒന്നും അറിയില്ല, അവർക്ക് അറിയാവുന്ന ഇതാണ്. ദേ ആർ പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ. ഇവരാരെയും നിർബന്ധിക്കുന്നോ തല്ലിക്കന്ന് കത്തി വെച്ചിട്ടല്ല, വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ. അതെ, മിക്കതും അതെ. പക്ഷേ അവരെ കുറ്റം പറയണ്ട. ഏറ്റവും വലിയൊരു കാര്യം, പീപ്പിൾ നെവർ ടേക്ക് സെൽഫ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു സംഭവം. അങ്ങനെയൊക്കെയാണ് ലോകം വേറെ ആയിരിക്കില്ലേ. നമ്മുടെ മിസ്റ്റേക്ക്, നമുക്ക് എന്ത് സംഭവിക്കും നമ്മൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളാന്നുള്ള ഒരു സംഭവം ഇവിടെ ഇല്ലല്ലോ. നമ്മൾ നേരത്തെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഒരു മനുഷ്യനാണ്. എല്ലാ മനുഷ്യർക്കും അബദ്ധം പറ്റും, അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്ന ഫ്ലിപ്പാവും. അപ്പോൾ അതിനെ ഇത് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണ് സത്യം എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഐ ഡോണ്ട്, ഇവിടുത്തെ ഒരു പ്രമുഖൻ, ഇപ്പോൾ ട്രേഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ, ഒരു പ്രമുഖ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാൾ ഞാനുമായിട്ട് പോയിട്ട് ഞങ്ങൾ അവിടെ പോയി 2 അടിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങളൊരു ഇവിടെ പോയിട്ട് ഹുക്ക വലിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസ് എടുത്തപ്പോൾ, അയ്യോ ബ്രോ എൻ്റെ എടുക്കല്ലേ, ആൾക്കാർ കാണും, ഇമേജ് പോകത്തില്ല ഈ ഒരു സാധനം. അപ്പം ഞാൻ അവിടെ പിന്നെ എന്തിനാ നിനക്കൊരു ഫോളോയിങ്? ഇപ്പം ഒരു മാസ്ക് കിട്ടും, നീ ചെയ്യുന്ന നീ അല്ലാതെ ഒരു സാധനം വിറ്റിട്ട് എന്താണ് നിനക്ക് കിട്ടുക? എനിക്കറിയത്തില്ല. ഐ ഡോണ്ട്. Your ethics, I understand, is very different from other people, and there are a lot of scammers. I'm telling you, there are a lot of scammers trading in സ്റ്റൈലിലും അല്ലാതെ ഉണ്ട്. പക്ഷേ there are real people also. എല്ലാവരും സ്കാമേഴ്സ് ആണെന്നല്ല, കുറച്ച് പേര് സ്കാമേഴ്സ് ആണ്, അല്ലാത്ത ആൾക്കാരും ചെയ്യുന്നവരുണ്ട്. എല്ലാ സൈഡിലും, എല്ലാ ഫീൽഡും ഉണ്ട്. എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാം സത്യസന്ധന്മാരാണെന്ന് വിചാരിക്കരുത്. ഇവന്മാരാണ് ലോക കള്ളന്മാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ, ഇപ്പം ഭയങ്കര പ്രതിച്ഛായ പേടിയുള്ള ഒരാൾക്ക് ചെറിയൊരു, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പെണ്ണുമായിട്ട് എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്ന് വിചാരിക്കുക നമ്മുടെ സമൂഹത്തിൽ, അയ്യോ ഇയാൾ അങ്ങനെ ചെയ്ത്, ഇയാൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് നെഗറ്റീവ് കാണിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ എന്നെ ഒരു പെണ്ണുമായിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ വേറൊരു പെണ്ണ്, ഇത്രയേ ഉള്ളൂ. കാരണം ഞാൻ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഐ ആം സമ്മൺ ഹൂ ഡ്രിങ്ക്, ഐ ആം സമ്മൺ ഹൂ സ്മോക്ക്, ഐ ആം സമ്മൺ ഹൂ ഡേറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പണിയെടുക്കുന്നുണ്ട്, എൻ്റെ പണിയെ ഇത് ബാധിക്കുന്നില്ല, ഇതും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഐ വാണ്ട് ടു, എന്താ പബ്ലിക്കിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുറമേ കാണുന്ന സോഷ്യൽ മീഡിയ അല്ല ശരിക്കും റിയൽ ലൈഫ്. ഇപ്പം ഈ പറയുന്ന ബിസിനസ് ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ, ഐ ആം സമ്മൺ ഹൂ ഡസ് ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. പക്ഷേ ഞാൻ അവിടെ എത്തിയത് 1 വർഷം കൊണ്ടല്ല, 6 മാസം കൊണ്ടല്ല, വർഷങ്ങളുടെ കഷ്ടപ്പാടാണ്. അപ്പം ശരിക്കും ആൾക്കാർക്ക് വിൻ ചെയ്യണമെങ്കിലും ഈ പറഞ്ഞ എല്ലാ കോഴ്സുകളിലും സക്സസ്ഫുൾ ആവണമെങ്കിൽ ദേ ഷുഡ് ബി റെഡി ടു വർക്ക് ഹാർഡ്, ദേ ഷുഡ് ബി റെഡി ടു സഫർ. അത്രയും പെയിനുണ്ട്. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ വിട്ടിട്ട് പോകും, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സ് നിങ്ങളെ വിട്ടിട്ട് പോകും, നിങ്ങളുടെ ഫാമിലി വരെ നിങ്ങളെ വിട്ടിട്ട് പോകും. കാരണം ഇത് പറയുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദാറ്റ് തിങ് ഐ ഹോപ്പ് യു നോ ദാറ്റ്. കാരണം ഈ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഇതെല്ലാവർക്കും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് ദ പ്രൈസ് യു ഹാവ് ടു പേ. കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് സുബിൻ എന്നോട് ഇത്രയും കഷ്ടപ്പാടിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൈ ഡിഗ്രി എന്ന് ചിന്തിക്കുക. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുക. ഇവിടെ ഒരു മാജിക് സ്കിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടാണ് ആൾക്കാർ വരാനിരിക്കുന്നെങ്കിൽ ഡോണ്ട് കം ഹിയർ. കാരണം ഇപ്പം പിന്നെ റിസ്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് എടുക്കുക. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. പറഞ്ഞ പോലെ ഒരു ഇത്ര നേരം കൊണ്ട് തീർക്കേണ്ടതല്ല, പിന്നീട് ഒരിക്കൽ മറ്റൊരു അവസരം. I wanted to ask you a lot of questions, പക്ഷേ ഈ പറഞ്ഞ പോലെ ടൈം വേണ്ടിയിട്ട് മറ്റൊരു ദിവസം ഞാൻ തിരികെ എത്തുന്നതായിരിക്കും. അപ്പോൾ സുബിൻ, താങ്ക് യു സോ മച്ച്. ബട്ട് ഐ ഡു അണ്ടർസ്റ്റാൻഡ്, ഞാൻ എഗ്രി ചെയ്യുന്ന കാര്യമാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കാര്യമാണ്. കഷ്ടപ്പെടാണ്ട് ഒന്നും കിട്ടില്ല. അല്ലാണ്ട് കിട്ടിയെന്ന് പറയുന്നവന് ജനറേഷണൽ വെൽത്ത് ആയിരിക്കും. പക്ഷേ അവൻ്റെ അപ്പനപ്പൂപ്പന്മാർ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചിലരെ സംബന്ധിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ വഴികൾ ഉണ്ടാക്കണം. അങ്ങനെ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഗോ ടു വൈ ഡിഗ്രി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു സോ മച്ച്.